കഥയുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ കഥാനായകനായിട്ടുള്ള ഹുവാനെയാണ്. അവനെ ഇപ്പോ കുറച്ച് ആളുകള് ഉപദ്രവിച്ച് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന്റെ വയറിലൊക്കെ കുത്തേറ്റിട്ടുണ്ട്. അവനാണെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് എങ്ങനെയൊക്കെയോ ഓടി ആളൊഴിഞ്ഞ ഒരു പ്രദേശത്തോട്ട് എത്തുന്നു. എന്നാൽ അപ്പോഴേക്കും അവന്റെ മുറിവിൽ നിന്ന് ഒരുപാട് ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ അവന്റെ കാഴ്ചശക്തിയും മങ്ങുന്ന പോലെ അവനിക്ക് ഫീൽ ആവുന്നു. അങ്ങനെ അവൻ ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയിൽ അവിടെ ഇരിക്കുമ്പോ അത് കണ്ടുകൊണ്ട് അങ്ങോട്ട് നമ്മുടെ കഥാനായികയായിട്ടുള്ള ലിൻ അതുവഴി വരുന്നു. പെട്ടെന്ന് തന്നെ ഇവള് അവന്റെ അടുത്തേക്ക് ചെന്ന് ഇവൾക്കാണെങ്കിൽ സംസാരിക്കാൻ കഴിയില്ല. നിങ്ങൾ ഓക്കെ ആണോ എന്ന് സൈൻ ലാംഗ്വേജിൽ ചോദിക്കുമ്പോ ഇവനാണെങ്കിൽ ഒന്നും കാണാൻ പറ്റാതെ ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി ശത്രുക്കൾ വല്ലതും ആണോ എന്ന് കരുതി അവന്റെ കയ്യിലുള്ള കത്തി എടുക്കാൻ പോകുമ്പോഴേക്കും ഇവൾ അവന്റെ കൈ പിടിച്ചിട്ട് ഞാൻ നിങ്ങളെ ഹോസ്പിറ്റലിൽ എത്തിക്കാമെന്ന് എഴുതി കാണിക്കുന്നു. അങ്ങനെ അവനും അവളോടൊപ്പം ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. അങ്ങനെ ഇപ്പോ അവൻ ഹോസ്പിറ്റലിലാണ് ഉള്ളത്. ഏകദേശം 2 ദിവസത്തോളം ആയിരിക്കുകയാണ്. താൽക്കാലികമായിട്ട് അവന്റെ കാഴ്ചശക്തി ഇപ്പൊ പോയിരിക്കുകയാണ്. കാരണം ഇവന്റെ കാഴ്ചശക്തി ഇല്ലാതാക്കുന്ന എന്തോ ഒരു മരുന്ന് ഇവന്റെ ദേഹത്ത് അവര് കുത്തിവെച്ചിട്ടുണ്ട്. അങ്ങനെ ഇപ്പോ ലിൻ തന്നെയാണ് അവന്റെ കൂടെ നിന്ന് ടേക്ക് കെയർ ചെയ്യുന്നത്. എന്നാൽ ഇവനാണെങ്കിൽ ഫുഡ് ഒന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ ബോധവും വന്നിട്ടില്ല. പക്ഷെ മെഡിസിൻ കഴിക്കാനുള്ളത് കൊണ്ട് തന്നെ ഡോക്ടർ പറഞ്ഞേക്കുന്നത് എങ്ങനെയെങ്കിലും ഫുഡ് കഴിപ്പിക്കണം എന്നാണ്. അല്ലെങ്കിൽ ഇവന്റെ ജീവൻ അപകടത്തിലാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെ വേറെ നിവർത്തിയില്ലാത്തത് കൊണ്ട് ഇവളുടെ വായിൽ ആ ഒരു ഫുഡ് ആക്കിയിട്ട് അവന്റെ വായിലോട്ട് എത്തിക്കുന്നു. പക്ഷെ ആ ഒരു സമയത്ത് അത് അവൻ മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ അതവന്റെ ശത്രുക്കളാണോ എന്ന് വിചാരിച്ച് പെട്ടെന്ന് അവൻ കത്തിയെടുത്ത് ഇവൾക്ക് നേരെ വീശുന്നു. ഇവളാണെങ്കിൽ ഒന്നും മിണ്ടാൻ പറ്റാതെ നിൽക്കാണ്. അപ്പൊ അത് കണ്ട് ഇവൻ പെട്ടെന്ന് അവനെ ഹോസ്പിറ്റലിൽ എത്തിച്ച് ആ ഒരു പെൺകുട്ടിയെ കുറിച്ച് ഓർക്കുന്നു. എന്നിട്ട് അവളോട് നീ ആ ഊമ പെൺകുട്ടിയാണോ എന്ന് ചോദിക്കുന്നു. അപ്പൊ അവളൊന്നും മിണ്ടാതെ നിൽക്കുമ്പോ ഇവനിക്ക് മനസ്സിലാവുന്നു അത് ആ പെൺകുട്ടി തന്നെയാണെന്ന്. എന്നിട്ട് ഇവനാണെങ്കിൽ അവന്റെ കണ്ണിലുള്ള ആ ഒരു കെട്ട് അഴിക്കാനായിട്ട് തുടങ്ങുമ്പോ ഇവള് ഡോക്ടർ പറഞ്ഞത് കുറച്ച് ദിവസം എങ്ങനെ തന്നെ വെക്കണമെന്ന്, അദ്ദേഹം നിങ്ങളുടെ കാഴ്ചശക്തി തിരിച്ചു കിട്ടാനായിട്ട് സഹായിക്കുമെന്ന് പറയുമ്പോ ഇവല്ല നീ എന്നെ രക്ഷിച്ചുകൊണ്ട് വന്നു, ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഇപ്പൊ എന്നെ നോക്കുന്നു, നിനക്ക് ഞാനൊരു മോശം വ്യക്തിയാണെന്ന് തോന്നുന്നില്ലേ എന്ന് ചോദിക്കുമ്പോ ഇവള് നിങ്ങൾ എന്നെ ഉപദ്രവിക്കില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ടെന്ന് അവനോട് പറയുന്നു. അപ്പോഴേക്കും ഇവളുടെ വീട്ടിൽ നിന്ന് അമ്മ കോൾ ചെയ്തിട്ട് ഇവിടെ ഫുഡും കാര്യങ്ങളൊന്നും ഉണ്ടാക്കാതെ നീ അവിടെ പോയി കിടക്കാടി അഹങ്കാരി, പെട്ടെന്ന് വീട്ടിലേക്ക് വരാനായിട്ട് പറഞ്ഞു വിളിക്കുന്നു. അങ്ങനെ ഇവളും പോവാനായിട്ട് തുടങ്ങുമ്പോ ഇവൻ അവളെ തടഞ്ഞിട്ട് അവന്റെ ഫാമിലിയുടെ ഒരു പാരമ്പര്യമായിട്ടുള്ള ഒരു ബ്രേസ്ലെറ്റ് ഇവൾക്ക് കൊടുത്തിട്ട് ഇത് നീ സൂക്ഷിച്ചോ, എന്റെ കണ്ണ് ബെറ്റർ ആയിട്ട് ഞാൻ നിന്റെ അടുത്ത് എന്തായാലും വരും, ഞാൻ നിന്നെ കല്യാണം കഴിച്ചോളാം എന്നും പറയുന്നു. അപ്പൊ അവൾക്കും അത് കേട്ട് ഒരുപാട് സന്തോഷമായിട്ട് അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം പിറ്റേന്ന് ഇവന്റെ ബ്രദറും ആളുകളും ഒക്കെ വന്ന് ഇവനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് തുടങ്ങുന്നു. ബ്രദറിന്റെ പേര് യൂജിൻ എന്നാണ്. എന്നാൽ അപ്പോഴേക്കും അങ്ങോട്ട് നമ്മുടെ ലിന്നിന്റെ സിസ്റ്റർ ആയിട്ടുള്ള റിയയും എത്തുന്നു. ലിൻ ഒരാളെ രക്ഷപ്പെടുത്തിയ കാര്യം അവള് വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ ഇയാളെയാണോ അവള് രക്ഷപ്പെടുത്തിയത്, കണ്ടിട്ട് നല്ല ക്യാഷുള്ള കുടുംബത്തിലേതാണെന്ന് തോന്നുന്നുണ്ടല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നു. അപ്പോ ഹുവാൻ ബ്രദറിനോട് എന്നെ ആക്രമിച്ചവരെ കണ്ടെത്തിയോ എന്ന് ചോദിക്കുമ്പോ അവൻ അത് നമ്മുടെ പഴയ ഏതോ ശത്രുക്കളാണ്, കാര്യമായ വിവരമൊന്നും കിട്ടിയിട്ടില്ലെന്ന് പറയുന്നു. എന്നിട്ട് വീണ്ടും ഹുവാൻ യൂജിനോട് ആ സംസാരിക്കാൻ കഴിയാത്ത പെൺകുട്ടിയെ കുറിച്ച് വല്ല വിവരവും കിട്ടിയോ, എനിക്ക് എത്രയും പെട്ടെന്ന് അവളെ കണ്ടെത്തണം എന്ന് പറയുമ്പോൾ യൂജിൻ ചേട്ടാ മുത്തശ്ശൻ നിങ്ങൾക്ക് വേണ്ടി അമേരിക്കയിൽ ഒരു ഡോക്ടറുമായിട്ട് സംസാരിച്ച് അപ്പോയിന്റ്മെന്റ് റെഡിയാക്കി വെച്ചേക്കാം, നമുക്ക് സമയം കളയാനില്ല, എത്രയും പെട്ടെന്ന് അങ്ങോട്ട് പോയി കണ്ണിന് വേണ്ടി സർജറി ചെയ്യണമെന്ന് പറയുന്നു. ഇവനിക്കാണെങ്കിൽ എന്തായാലും സർജറി ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല, എത്രയും പെട്ടെന്ന് പോയേ പറ്റൂ. അപ്പോ റിയ ആണെങ്കിൽ അതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കാണല്ലോ. അതുകൊണ്ട് തന്നെ ഇവന്റെ അടുത്തേക്ക് വന്ന് സർ എന്റെ സിസ്റ്ററിനെയാണോ നിങ്ങൾ അന്വേഷിക്കുന്നത് എന്ന് ചോദിക്കുന്നു. അപ്പൊ ഇവൻ അവളുടെ പേരും കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോ ഇവളുടെ പേരും കാര്യങ്ങളൊക്കെയാണ് അവനോട് പറയുന്നത്. അതായത് നമ്മുടെ ലിന്നിന്റെ യഥാർത്ഥ പേരിന്റെ സ്ഥാനത്ത് ഇവളുടെ യഥാർത്ഥ പേരാണ് പറയുന്നത്. എന്നിട്ട് അവൾ ഇവനോട് എന്റെ സിസ്റ്റർ പറഞ്ഞിട്ട് ഞാനാണ് ഇന്ന് നിങ്ങളെ നോക്കാനായിട്ട് എത്തിയിരിക്കുന്നതെന്ന് പറയുന്നു. സത്യത്തില് അതും ഇവള് വെറുതെ പറയുന്നതാണ്. അപ്പൊ ഹുവാൻ ആണെങ്കിൽ അതൊക്കെ വിശ്വസിച്ച് ഞാനൊരു ലെറ്റർ തരാം, അത് നീ അവളെ ഏൽപ്പിക്കണം, ഞാൻ വരുന്നത് വരെ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാനും പറയണം എന്ന് പറഞ്ഞിട്ട് ആ ഒരു ലെറ്റർ റിയെ ഏൽപ്പിക്കുന്നു. അപ്പോ അവളും അത് വാങ്ങി ഞാൻ കൊടുത്തേക്കാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. എന്നാൽ ഹുവാൻ ആണെങ്കിൽ അവിടെ നിന്ന് പോവാൻ തുടങ്ങുമ്പോഴേക്കും ലിൻ അങ്ങോട്ടേക്ക് എത്തുന്നു. അവളാണെങ്കിൽ ഇവൻ അവിടെ നിന്ന് പോകുന്ന കാര്യമൊന്നും അറിയാതെ അവനിക്കുള്ള ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടാണ് വന്നേക്കുന്നത്. എന്നാൽ ഇവൾ അങ്ങോട്ടേക്ക് എത്തുന്ന സമയത്ത് അവനെ കാണുന്നു. പക്ഷെ അവനാണെങ്കിൽ ഇവളെ കാണുന്നുണ്ടായിരുന്നില്ല, അവനിക്ക് കാണാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ കാറ് ഇവളെ പെട്ടെന്ന് പാസ് ചെയ്ത് പോകുന്നു. ഇവൾക്കാണെങ്കിൽ സംസാരിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ പുറകെ കിടന്ന് വിളിക്കാനും പറ്റില്ല. അവള് പുറകെ ഓടുന്ന മാത്രമേ ഉള്ളൂ, പക്ഷെ അതാരും കാണുന്നുണ്ടായിരുന്നില്ല. പകുതിയാവുമ്പോ അവൾ അവിടെ വീണ് പോകുന്നുണ്ട്. അപ്പോഴേക്കും റിയ ഇവളുടെ അടുത്തേക്ക് വന്ന് അയാളെ പോലൊരു കോടീശ്വരനൊക്കെ നിന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്നു നിനക്ക് തോന്നുന്നുണ്ടോ, നീ വളരെ ലേറ്റ് ആയി പോയി, അയാളുടെ ആവശ്യം കഴിഞ്ഞതൊരു മാത്രം തന്നെ മതിയായിരുന്നു, അത് കഴിഞ്ഞപ്പോ പൊടിയും തട്ടിപ്പോയി, നീ ഇങ്ങനെ ഒരു പൊട്ടിയായി പോയല്ലോ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ ഹുവാൻ ലിനിനെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ച ആ ഒരു ലെറ്റർ റിയ ഇവൾക്ക് കൊടുക്കാണ്ട് അവിടെ നിന്ന് പോകുന്നു. അതൊക്കെ കേട്ട് ഇവൾക്ക് ഒരുപാട് വിഷമാവുന്നുണ്ടെങ്കിലും അവൻ ഇവളോട് ഇവളെ കല്യാണം കഴിച്ചോളാം എന്നാണല്ലോ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അവൻ തിരിച്ചു വരുന്നതുവരെ വെയിറ്റ് ചെയ്യാൻ തന്നെ ഇവള് തീരുമാനിക്കുന്നു. അങ്ങനെ ഇപ്പോ 3 വർഷം കടന്നു പോയിരിക്കുകയാണ്. നമ്മുടെ ലിന്നാണെങ്കിൽ ഇപ്പൊ ഒരു കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവിടുത്തെ ഒരു സീനിയർ സ്റ്റാഫിന്റെ ക്ലയന്റിനെ ഇവളെ തട്ടിയെടുത്തു എന്ന് പറഞ്ഞ് അയാള് ഇപ്പൊ ഇവളെ മാരകമായിട്ട് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവള് അയാളോട് കെയിൻ അപേക്ഷിച്ച് പറയുന്നുണ്ട്
പറയുന്നുണ്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന്. പക്ഷെ ആ പൊട്ടനാണെങ്കിൽ അതൊന്നും കേൾക്കാതെ ഒരു സ്ത്രീയാണെന്ന പരിഗണന പോലും നൽകാതെയാണ് ഇവളെ ഉപദ്രവിക്കുന്നത്. എന്നാൽ അപ്പോഴേക്കും അങ്ങോട്ട് നമ്മുടെ ഹുവാൻ എത്തുന്നു. കാരണം അത് അവന്റെ കീഴിലുള്ള ഒരു ഓഫീസ് തന്നെയാണ്. അവൻ അങ്ങോട്ടേക്ക് വരുന്നത് ലിന്നും കാണുന്നു. 3 വർഷത്തിന് ശേഷമാണല്ലോ ഇവര് തമ്മിൽ കാണുന്നത്. അതേപോലെ തന്നെ ഹുവാനും ഇവളെ കാണുന്നുണ്ട്. അവളെ കാണുമ്പോൾ തന്നെ ഇവനിക്ക് അവന്റെ കണ്ണില് എന്തോ പോലെ വേദന അനുഭവപ്പെടാനായിട്ട് തുടങ്ങുന്നു. അവനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല ഈ പെണ്ണിനെ കാണുമ്പോൾ എന്താണെന്ന് എനിക്ക് സംഭവിക്കുന്നതെന്ന്. ഇവളെ ആണെങ്കിൽ ഇവളുടെ സീനിയർ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ അത് കണ്ട് ഹുവാൻ യൂജിനോട് ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്, ഇതൊക്കെ പുറത്താരെങ്കിലും അറിഞ്ഞാല് നമ്മുടെ കമ്പനിയുടെ ഇമേജ് ആണ് നഷ്ടപ്പെടുന്നത്, എന്താന്ന് വെച്ചാൽ ഡീൽ ചെയ്യാനായിട്ട് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നു. സത്യത്തില് അവൻ നമ്മുടെ ലിനിനെ കണ്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് തന്നെ അവൻ വലിയ മൈൻഡ് ഇവൾക്ക് കൊടുക്കുന്നില്ല. അങ്ങനെ യൂജിനും ഇയാളുടെ അടുത്തേക്ക് വന്ന് നല്ലത് കൊടുത്തിട്ട് എന്റെ ചേട്ടൻ തിരിച്ചു വരുന്ന ദിവസം തന്നെ ഇവിടെ പ്രശ്നങ്ങൾ തുടങ്ങിയിരിക്കുകയാണോ എന്ന് ചോദിക്കുന്നു. ഇത്രയും നാളും ഹുവാൻ പുറത്തായിരുന്നു. അവന്റെ കാഴ്ചശക്തിയൊക്കെ ഈ അടുത്തിടെ തിരിച്ചു കിട്ടിയിട്ടേ ഉള്ളൂ. അപ്പൊ ഇയാളും അത് കേട്ട് ഷോക്കായി മിസ്റ്റർ ഹുവാൻ തിരിച്ചു വന്നു, ഞാൻ ഇപ്പൊ തന്നെ ഇത് ഡീൽ ചെയ്യാമെന്ന് അവനോട് പറയുന്നു. യൂജിനും നമ്മുടെ ലിനിനെ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ അവനിക്ക് അറിയില്ലല്ലോ 3 വർഷം മുന്നേ ഇവളാണ് അവന്റെ ചേട്ടനെ രക്ഷിച്ചത് എന്ന കാര്യമൊന്നും. അതുകൊണ്ട് തന്നെ അവൻ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ യൂജിൻ പോയി കഴിയുമ്പോൾ ഇയാള് ഇവളോട് മിസ്റ്റർ ഹുവാൻ തിരിച്ചു വന്നത് നിന്റെ ഭാഗ്യം, ഇല്ലെങ്കിൽ ഞാൻ നിന്നെ ഇവിടെ വെച്ച് കൊന്നാനെ, നിന്റെ സാധനങ്ങളെല്ലാം പറക്കിയെടുത്ത് ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം എന്ന് പറയുമ്പോൾ ഇവള് എന്നെ പിരിച്ചുവിടരുത്, ഈ ജോലിയില്ലെങ്കിൽ എന്റെ കാര്യങ്ങളൊന്നും നടക്കില്ല എന്നിങ്ങനെ മൈൻഡ് വോയിസിൽ പറയുന്നുണ്ടെങ്കിലും ഇയാള് അതൊന്നും കേൾക്കാതെ അവളെ പിടിച്ച് തള്ളിയിട്ട് അവിടെ നിന്ന് പോകുന്നു. ഇവളുടെ ജോലി പോയെങ്കിലും ഇപ്പൊ ഹുവാൻ നാട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ അവനെ എങ്ങനെയാണ് ഒന്ന് കാണാൻ പറ്റുക എന്നാണ് ഇവള് ചിന്തിക്കുന്നത്. അപ്പൊ പെട്ടെന്ന് തന്നെ ഇവൾക്കൊരു ഐഡിയ തോന്നുന്നു. അതുകൊണ്ട് തന്നെ ലീ എന്ന് പറയുന്ന ഒരാൾക്ക് എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുന്നു. അതിനുശേഷം ഇവൾ അയാളെ കാണാനായിട്ട് പോകുന്നു. അപ്പോ ഇവിടെ ഹുവാൻ ആണെങ്കിൽ തിരിച്ചു വന്ന ഉടനെ തന്നെ അവന്റെ ബിസിനസ് കാര്യങ്ങളൊക്കെ നോക്കുന്നു. അപ്പോ യൂജിൻ അവനോട് ചേട്ടാ നിങ്ങൾ വന്നതല്ലേ ഉള്ളൂ, കുറച്ച് റെസ്റ്റ് എടുക്കുക എന്ന് പറയുമ്പോ ഇവൻ നീ എത്രയും പെട്ടെന്ന് റിയയുടെ അഡ്രസ് കണ്ടുപിടിക്കുക, ഇത്രയും നാളായിട്ടും എനിക്ക് അവളെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല, എത്രയും പെട്ടെന്ന് എനിക്കത് വേണമെന്ന് പറയുന്നു. സത്യത്തിൽ നമ്മുടെ ഹുവാൻ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണല്ലോ അവന്റെ ഓഫീസിലോട്ട് തിരിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ ആളറിയാതെ ചേട്ടനോട് ആരെങ്കിലും അപമര്യാദയായി പെരുമാറോ എന്നാണ് യൂജിന്റെ സംശയം. എന്നാലും ഹുവാൻ അത്രയും നിർബന്ധം പിടിക്കുന്നത് കൊണ്ട് തന്നെ ഇവൻ അവിടെ നിന്ന് നമ്മുടെ റിയയുടെ അഡ്രസ് തപ്പി പോകുന്നു. സത്യത്തിൽ റിയ അല്ല ഇവൻ അന്വേഷിക്കുന്നത് ലിന്നിനെയാണ്. എന്നാൽ നമ്മുടെ ലിന്നാണെങ്കിൽ ഇപ്പോ ലീ എന്ന് പറഞ്ഞ ആളെ കാണാനായിട്ട് എത്തിയിരിക്കുകയാണ്. ഇവളാണെങ്കിൽ ഇയാളെ ഇതിനു മുന്നേ എന്തോ ഒരു കാര്യത്തിന് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അന്ന് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതിയെന്ന് ഇയാൾ ഇവളോട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ ഇവള് ഇയാളെ കാണാനായിട്ട് എത്തിയിരിക്കുന്നത്. അയാളാണെങ്കിൽ കുറച്ച് പിടിപാടുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഇവളുടെ ജോലി ഇപ്പോ പോയിരിക്കുകയാണല്ലോ അവളുടെ കമ്പനിയിലേത്. അതുകൊണ്ട് തന്നെ ആ കമ്പനിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും ഹുവാനെ ഇവൾക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു കമ്പനിയിൽ എങ്ങനെയെങ്കിലും തിരിച്ചു കയറാനുള്ള ഹെൽപ്പ് ചെയ്യണമെന്ന് പറയുന്നു. അപ്പോ ഇയാളാണെങ്കിൽ അവിടുത്തെ മാനേജറിനെ പിണക്കിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ, എന്താ ആ സ്ഥാനം വല്ലോ ആണോ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ ഇവള് അങ്ങനെയൊന്നുമില്ല, എനിക്ക് അവിടെ ഉണ്ടായിരുന്ന ജോലി എങ്ങനെയെങ്കിലും തിരിച്ചു തരാൻ ഹെൽപ്പ് ചെയ്യണം എന്ന് പറയുമ്പോ ഇയാള് നീ ഇവിടെ ഇരിക്ക്, അതൊക്കെ നമുക്ക് നോക്കാം, എത്ര വലിയ പൊസിഷൻ വേണമെങ്കിലും ഞാൻ നിനക്ക് തരാം, പക്ഷെ ഞാൻ പറയുന്നത് പോലെയൊക്കെ നീ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞ് ഒരുമാതിരി ഇവളെ ടച്ച് ചെയ്യുന്നു. അപ്പൊ തന്നെ ഇവൾക്ക് അയാളുടെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാവുന്നു. നിങ്ങൾ എനിക്ക് വാക്ക് തന്നതല്ലേ എന്ന് ചോദിക്കുമ്പോ ഇയാള് നിന്നെ ഒന്ന് കയ്യിൽ കിട്ടാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു ഞാനെന്ന് പറഞ്ഞ് അയാള് ഇവളെ ഉപദ്രവിക്കാനായിട്ട് ശ്രമിക്കുന്നു. അവളാണെങ്കിൽ എങ്ങനെയൊക്കെയോ അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇയാൾ വിടുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അയാളുമായിട്ടുള്ള പിടിവലിയില് ഇവളുടെ കയ്യിലുണ്ടായിരുന്ന നമ്മുടെ ഹുവാൻ കൊടുത്ത ആ ഒരു ബ്രേസ്ലെറ്റ് അവിടെ ഓടി വീഴുന്നു. പക്ഷെ അവൾ അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ എങ്ങനെയൊക്കെയോ അയാളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടി വരുമ്പോ ഇവളെ നേരെ ചെന്ന് ഇടിക്കുന്നത് ഹുവാനെയാണ്. അവൾക്കാണെങ്കിൽ ഇവനെ കാണുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷമാവുന്നു. കാരണം ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇവരിങ്ങനെ അടുത്ത് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇവളവനോട് നിങ്ങൾക്ക് എന്നെ മനസ്സിലായില്ലേ, ഞാനാണ് ലിൻ, എന്നെ ഓർമ്മയില്ലേ എന്നൊക്കെ ഇവളവനോട് ചോദിക്കുന്നുണ്ടെങ്കിലും അവനാണെങ്കിൽ ഇവളെ കണ്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് തന്നെ മാറിപ്പോയെ എന്ന് പറഞ്ഞ് അവൻ ഇവളെ തള്ളി മാറ്റുന്നു. എങ്കിലും ഇവൻ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് എനിക്കെന്താ ഇവളെ കാണുമ്പോൾ മുൻപരിചയമുള്ളതുപോലെ ഫീൽ ആവുന്നത് എന്നൊക്കെ ചിന്തിക്കുമ്പോഴേക്കും അങ്ങോട്ട് ലീ എന്ന് പറയുന്ന ആള് അയാളുടെ ആളുകളെയും കൂട്ടി എത്തുന്നു. അപ്പോ ഇവളെ ഹുവാനോട് എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കണം, ഇയാളെന്നെ ഉപദ്രവിക്കാൻ നോക്കുകയാണെന്ന് സൈൻ ലാംഗ്വേജിൽ പറയുന്നു. അപ്പോ ഇവൻ അവളോട് നിനക്ക് സംസാരിക്കാൻ കഴിയില്ല എന്ന് ഭയങ്കര അതിശയത്തില് ചോദിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവൻ ലീയോട് എന്ത് അധികാരത്തില നീ ഇവളെ തൊഴാൻ ശ്രമിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അയാള് അത് ചോദിക്കാൻ നീ ആരാടാ, നീ നിന്റെ കാര്യം നോക്കി പൊക്കോ, ഇല്ലെങ്കിൽ നിനക്ക് നല്ലത് കിട്ടും എന്ന് പറയുമ്പോൾ ഇവൻ ഓ അത്രയ്ക്ക് വലിയ സംസാരങ്ങളൊക്കെ വേണോ, ആരോടാ നീ സംസാരിക്കുന്നതെന്ന് അറിയാമോ എന്ന് ചോദിച്ച് അവൻ ഹുവ ഗ്രൂപ്പിന്റെ സിഇഒ ആയിട്ടുള്ള ഹുവാനാണെന്ന് ഈ ലീയോട് പറയുന്നു. പക്ഷെ ഇയാളാണെങ്കിൽ അത് വിശ്വസിക്കുന്നില്ല. അതെങ്ങനെ ശരിയോ, വർഷങ്ങളായിട്ട് അദ്ദേഹത്തിന് കാഴ്ചശക്തിയില്ല, മാത്രമല്ല അമേരിക്കയിൽ നിന്ന് അദ്ദേഹം ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല, തിരിച്ചെത്തിയാല് ഞാൻ എന്തായാലും അറിയുമെന്ന് പറയുമ്പോൾ ഇവൻ എന്നാൽ നീ അത് അറിയാതെ പോയതിന്റെ കുഴപ്പമാണെന്ന് പറയുന്നു. അപ്പൊ ഇവന്റെ ആളുകളാണെങ്കിൽ നമ്മുടെ ഹുവാൻ ലീയോട് മോശമായിട്ട് സംസാരിച്ചു എന്ന് പറഞ്ഞ് ഇവനെ തല്ലാനായിട്ട് വരുന്നു. പക്ഷെ അവനാണെങ്കിൽ നല്ലതുപോലെ തന്നെ അവർക്ക് തിരിച്ചു കൊടുക്കുന്നു. അങ്ങനെ ആ ഒരു അടിയുടെ ഇടയ്ക്ക് വെച്ച് ഹുവാന് അടി കിട്ടാൻ പോകുമ്പോ അത് ലിൻ വന്ന് തടയുന്നുണ്ട്. അവൾക്കും നല്ലപോലെ തന്നെ അടി കിട്ടുന്നുണ്ട്. അങ്ങനെ ഇയാൾക്കാണെങ്കിൽ ഇപ്പോ നല്ല രീതിയിൽ ഹുവാന്റെ നിന്ന് അടി കിട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇയാള് അവനോട് എന്നെ തൊട്ടതിന് നിനക്ക് ഞാൻ കാണിച്ചു തരാടാ എന്ന് പറഞ്ഞ് ഹുവാന്റെ അസിസ്റ്റന്റ് ആയിട്ടുള്ള ഷാവോ എന്ന് പറഞ്ഞൊരു വ്യക്തിയെ കോൾ ചെയ്യുന്നു. ഇവിടെ ഒരുത്തൻ മിസ്റ്റർ ഹുവാൻ ആണെന്ന് പറഞ്ഞ് എന്നെ ഒരുപാട് തല്ലി
അല്ലേ ഇവിടെ കിടന്നു ഭയങ്കരമായിട്ട് ഷോ ഇറക്കാം, എത്രയും പെട്ടെന്ന് സാർ ഇങ്ങോട്ട് വരണമെന്ന് പറയുന്നു. അപ്പൊ ഹുവാൻ അത് കേട്ട് നീ ആരെ വിളിച്ചാലും ആര് വന്നാലും എന്നെ തൊടാൻ പറ്റുമെന്ന് വിചാരിക്കണ്ട എന്ന് പറയുമ്പോ ഇയാള് നിന്റെ ഡയലോഗൊക്കെ നീ കയ്യിൽ വെച്ചാൽ മതി, നീ എന്തായാലും നാളത്തെ സൂര്യോദയം കാണില്ല എന്ന് പറയുമ്പോ ഇവനും ശരി നമുക്ക് കാണാം എന്ന് പറഞ്ഞ് ഷാവോ വരുന്നത് വരെ വെയിറ്റ് ചെയ്യുന്നു. അങ്ങനെ ഷാവോയും അങ്ങോട്ടേക്ക് എത്തുന്ന സമയത്ത് ലീ ഓടിച്ചെന്ന് സർ ദേ ലവനാണ് മിസ്റ്റർ ഹുവാനായിട്ട് അഭിനയിക്കുന്നത് എന്ന് പറഞ്ഞ് ഷാവോ എടുത്ത് നമ്മുടെ ഹുവാനെ കാണിക്കുന്നു. പക്ഷേ ഹുവാൻ ആരാണ് എന്ന കാര്യം യഥാർത്ഥത്തിൽ നല്ലതുപോലെ തന്നെ ഷാവോയ്ക്ക് അറിയാം. കാരണം ഹുവാന്റെ അസിസ്റ്റന്റ് ആണ് ഇവൻ. അതുകൊണ്ട് തന്നെ നല്ല ദേഷ്യം വന്ന് ഷാവോയുടെ കയ്യിൽ നിന്ന് അടിപൊട്ടുന്നത് ഇയാൾക്കാണ്. നീ ആർക്ക് നേരെയാണ് കൈ ഉയർത്തുന്നത് എന്ന് ചോദിച്ച് അതിനുശേഷം ഷാവോ ഹുവാനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നു. അവനോടൊപ്പം തന്നെ ഇപ്പോ ലിന്നുമുണ്ട്. അപ്പോ ഹുവാൻ ഷാവോയുടെ അടുത്ത് നമ്മുടെ കമ്പനിയുടെ താഴെ ജോലി ചെയ്യുന്ന ആളുകളോട് ഇങ്ങനെയാണോ പെരുമാറാൻ സ്റ്റാഫിനോട് പറഞ്ഞേൽപ്പിച്ചിരിക്കുന്നത്, നിന്നെയൊക്കെ വിശ്വസിച്ച് ഈ കമ്പനിയോട് ഏൽപ്പിച്ചിട്ട് പോയതാ ഞാൻ ചെയ്ത തെറ്റ്, എന്താണെന്ന് വെച്ചാൽ അതിന്റേതായ രീതിക്ക് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്തേക്കണം എന്ന് പറഞ്ഞിട്ട് അവളെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോകുന്നു. അപ്പോ ഇയാളാണെങ്കിൽ ഷാവോയുടെ കാല് പിടിച്ച് സാറിനോട് പറഞ്ഞ് എന്നെ ഇവിടുന്ന് എങ്ങനെയെങ്കിലും പുറത്താക്കില്ലെന്ന് പറയണം എന്ന് പറയുമ്പോൾ ഷാവോ അത് കേൾക്കാതെ ഇവന്റെ കൈയും കാലും തല്ലി പിടിച്ച് എത്രയും പെട്ടെന്ന് എഴുന്നേൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാക്കിക്കോളാനായിട്ട് പറയുന്നു. അതിനുശേഷം പുറത്തു വന്നിട്ട് ഇവൾ അവനോട് കണ്ണൊക്കെ ഓക്കെ ആയോ എന്ന് ചോദിക്കുമ്പോൾ അവനും ഓക്കെ ആയെന്ന് പറയുന്നു. അവനിപ്പോ വിചാരിക്കുന്നത് ഇവള് തന്നെയാണ് 3 വർഷം മുന്നേ തന്നെ രക്ഷപ്പെടുത്തത് എന്നാണ്. അപ്പോ ഇവൾ അവനോട് പക്ഷെ എനിക്ക് പോലും സംസാരിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ അവൻ അതിന് കുഴപ്പമൊന്നുമില്ല, നിന്റെ ലാംഗ്വേജ് എനിക്കിപ്പോ മനസ്സിലാക്കാൻ സാധിക്കും, ഞാൻ അതിനുള്ള ട്രെയിനിങ് ഒക്കെ എടുത്തിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞിട്ട് അവളോട് ഞാൻ നിനക്ക് തന്ന ബ്രേസ്ലെറ്റ് എവിടെ എന്ന് ചോദിക്കുന്നു. അപ്പോഴാണ് അവൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്, അവളുടെ കയ്യിൽ നിന്ന് അത് നഷ്ടപ്പെട്ടിരുന്നല്ലോ. അങ്ങനെ അവളുടെ കയ്യിൽ നിന്ന് അത് നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കി അവളെ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു സ്ഥലത്തേക്ക് പോയി നോക്കാനായിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് ഓടുന്നു. എന്നാൽ അപ്പോ ഇവനിക്ക് യൂജിന്റെ കോള് വരുന്നു. റിയയുടെ അഡ്രസ് കിട്ടിയിട്ടുണ്ട്, ആ പെൺകുട്ടി ഇപ്പോഴും നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്ന് പറയുന്നു. അപ്പോ അത് കേട്ട് ഇവൻ അപ്പോ ഇവള് ആ പെൺകുട്ടി ആയിരുന്നില്ലേ, എന്നെ പറ്റിക്കാനായിട്ട് ശ്രമിക്കായിരുന്നോ എന്ന് ചിന്തിച്ചിട്ട് യൂജിൻ പറഞ്ഞ ആ ഒരു പെൺകുട്ടിയെ കാണാനായിട്ട് പുറപ്പെടുന്നു. അങ്ങനെ ഇവളെ തിരിച്ച് ആ ഒരു സ്ഥലത്തേക്ക് വന്ന് വള നോക്കുന്ന സമയത്ത് ഭാഗ്യത്തിന് അത് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അവൾ അതും എടുത്ത് വലിയ സന്തോഷത്തിൽ ഹുവാനെ കാണാനായിട്ട് വരുമ്പോ അവൻ അവിടെ ഉണ്ടായിരുന്നില്ല. അവൻ എവിടെ പോയി എന്നും അവൾക്കറിയാൻ വയ്യ. എന്നാൽ അപ്പോഴേക്കും അവളുടെ അമ്മ മെസ്സേജ് അയച്ചിട്ട് എത്രയും പെട്ടെന്ന് പൈസയും കൊണ്ട് വീട്ടിലേക്ക് വാ എന്ന് പറയുന്നു. അങ്ങനെ അതിനുശേഷം നമ്മൾ കാണുന്നത് ഇവളിപ്പോ തിരിച്ച് അവളുടെ വീട്ടിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ അവളുടെ അമ്മയാണെങ്കിൽ ഇവളുടെ കയ്യിലുള്ള പൈസ ചോദിക്കുന്നു. ഇവളുടെ അച്ഛൻ ഒരുപാട് കടം വരുത്തി വെച്ചിട്ടാണ് മരിച്ചത്, അതുകൊണ്ട് തന്നെ അതൊക്കെ തിരിച്ചടയ്ക്കാനായിട്ട് ഇവര് തന്നെയാണ് അവൾക്ക് ആ ഒരു ജോലി സെറ്റാക്കി കൊടുത്തത്. സത്യത്തില് അവളുടെ അച്ഛന് ഒരു ബാധ്യതയില്ല, ഇവളെ ജോലിക്ക് വിട്ട് ഇവർക്ക് സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവൾക്ക് സംസാരിക്കാൻ ശേഷിയില്ലാത്തത് കൊണ്ട് തന്നെ ഇവളുടെ അമ്മയും അനിയത്തിയും ഒക്കെ ഇവളോട് വളരെ മോശമായിട്ടാണ് പെരുമാറുന്നത്, ഒരു വിലയും ഇവൾക്ക് കൊടുക്കാറില്ല. അങ്ങനെ ഇപ്പോ ഇവളെ കുറച്ച് പൈസയെ കൊണ്ടുവന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അവര്. അപ്പൊ ഇവളാണെങ്കിൽ എനിക്ക് സംസാരിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അവരെന്റെ ജോലിയിൽ നിന്ന് പുറത്താക്കി എന്ന് പറയുമ്പോൾ ഇവര് അത് കിട്ടും ഭയങ്കര ദേഷ്യത്തില് ഇവളെ ഉപദ്രവിക്കാനും ദേഷ്യപ്പെടാനും ഒക്കെ തുടങ്ങുന്നു ആ ഒരു ജോലി കൊണ്ട് കളഞ്ഞതിന്. എന്നാൽ അപ്പോഴേക്കും ഇവളുടെ സിസ്റ്റർ ആയിട്ടുള്ള റിയ ഒരു പയ്യനെയും കൂട്ടിക്കൊണ്ട് വരുന്നു. ചേച്ചി ഇങ്ങനെ അടിക്കല്ലേ അമ്മേ, നമുക്ക് ഉപകാരമുള്ള ഒരു കാര്യം ഇവളെ ചെയ്യാൻ പോവുക, ഇവളെ ഈ പൊട്ടന് കല്യാണം കഴിച്ചു കൊടുക്കണം, ഇവളെ ഇവനിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 ലക്ഷം രൂപ തരും എന്ന് പറയുമ്പോൾ അവരും ഭയങ്കര സന്തോഷത്തില് അതിന് സമ്മതിക്കുന്നു. ആ പയ്യനാണെങ്കിൽ കുറച്ച് അബ്നോർമൽ ആണ്, എന്നാൽ ഇവളാണെങ്കിൽ ആ ഒരു വിവാഹത്തിന് സമ്മതിക്കുന്നില്ല. അപ്പൊ അവരാണെങ്കിൽ ഇവളെ സമ്മതിക്കാത്തത് കൊണ്ട് തന്നെ ഇവളെ പിടിച്ചു കെട്ടി അവനിക്ക് കൊടുക്കാനായിട്ട് നോക്കുമ്പോ ഇവളുടെ കയ്യിലുള്ള ആ ഒരു വിലപിടിപ്പുള്ള ബ്രേസ്ലെറ്റ് ഇവരെ ശ്രദ്ധിക്കുന്നു. ഇത്രയും വിലപിടിപ്പുള്ള ഒരു സാധനം നീ ആരുടെ കയ്യിൽ നിന്നാണ് മോഷ്ടിച്ചത് എന്ന് ചോദിച്ച് ഇവളുടെ കയ്യിൽ നിന്ന് ആ ഒരു വള ഇവര് ഊരി വാങ്ങുന്നു. എന്നാൽ കറക്റ്റ് സമയം അങ്ങോട്ടേക്ക് ഹുവാൻ എത്തുന്നു. എന്നാൽ റിയയ്ക്കാണെങ്കിൽ ഹുവാനെ അറിയാലോ, ഇവൻ ലിന്നിനെയാണ് യഥാർത്ഥത്തിൽ തിരക്കി വന്നതെന്നും ഇവൾക്ക് മനസ്സിലാവുന്നു. പക്ഷേ ഹുവാനും ലിന്നും ഒരിക്കലും ഒരുമിക്കാൻ പാടില്ല എന്ന് ചിന്തിച്ച് ഇവള് അവന്റെ അടുത്തേക്ക് ചെന്ന് ഞാനാണ് റിയ എന്ന് പറഞ്ഞ് സംസാരിക്കാൻ കഴിയാത്ത ഒരു പെൺകുട്ടി പോലെ അഭിനയിക്കാനായിട്ട് തുടങ്ങുന്നു. അപ്പൊ അവനും അതൊക്കെ വിശ്വസിച്ച് അപ്പോ നീ അറിയോ ഞാൻ ഇത്രയും നല്ല തിരക്കി നടന്ന പെൺകുട്ടി എന്ന് ചോദിക്കുമ്പോ അവളും അതെ എന്ന് പറയുന്നു. അവനിക്കാണെങ്കിൽ ഇവളെ ഇപ്പോ കണ്ടെത്തിയത് കൊണ്ട് തന്നെ ഒരുപാട് സന്തോഷമാവുന്നു. പക്ഷെ അതൊക്കെ കണ്ട് നമ്മുടെ ലിന്നാണെങ്കിൽ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കാണ്. വളരെയധികം ഇവളെ അവര് ഉപദ്രവിച്ച് അവശയാക്കിയിരിക്കുകയാണ്. മാത്രമല്ല ഇവളുടെ കയ്യിലുള്ള വളയും അവര് തട്ടിയെടുത്തല്ലോ. അപ്പൊ ഹുവാനാണെങ്കിൽ ഇവളിങ്ങനെ തറയിൽ കിടക്കുന്നത് കാണുമ്പോ എന്താ ഇവിടെ നടക്കുന്നത് എന്ന് ചോദിക്കുമ്പോ റിയ ഇവള് എന്റെ സഹോദരിയാണ്, എന്റെ അമ്മ ഇവൾക്ക് നല്ലൊരു ആലോചന കൊണ്ടുവന്നു, പക്ഷെ ഇവള് അതിനെ സമ്മതിക്കുന്നില്ല എന്ന് പറയുന്നു. എന്നാൽ ഹുവാൻ ആണെങ്കിൽ വീണ്ടും ഇവളെ കാണുന്ന സമയത്ത് അവന്റെ കണ്ണുകൾക്ക് ഒരു വേദന അനുഭവപ്പെടാനായിട്ട് തുടങ്ങുന്നു. അവനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല എന്താ ഈ പെണ്ണിനെ കാണുമ്പോൾ എനിക്ക് ഇങ്ങനെ ഫീൽ ആവുന്നതെന്ന്. അങ്ങനെ അവൻ തന്നെ അവളെ അവിടെ നിന്ന് പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നു. എന്നിട്ട് ഇവളുടെ അമ്മയോട് നിങ്ങൾ നിങ്ങളുടെ മകളോട് എങ്ങനെയാണോ പെരുമാറുന്നത് എന്ന് ചോദിക്കുന്നു. അപ്പൊ അവരാണെങ്കിൽ ഞാനാണ് ഇവളെ ഇത്രയും നാളും വളർത്തി വലുതാക്കിയത്, അതുകൊണ്ട് തന്നെ അവളുടെ കാര്യത്തിൽ തീരുമാനം എടുക്കാനുള്ള എല്ലാ അധികാരവും എനിക്കുണ്ടെന്ന് പറയുന്നു. അപ്പോ ഇവര് പറയുന്നത് വെച്ച്
ഈ ലിന്നും റിയയും സഹോദരങ്ങളാണ് എന്ന് ഇവനിക്ക് മനസ്സിലാവുന്നു. ഇവനാണെങ്കിൽ അന്ന് നമ്മുടെ റിയയുടെ കയ്യിലാണല്ലോ ലിനെ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞ് ആ ഒരു ലെറ്റർ കൊടുത്തിരുന്നത്. അപ്പൊ ഇവനിപ്പോ വിചാരിക്കുന്നത് ആ ഒരു ലെറ്റർ ഞാൻ കൊടുത്തത് ഇവൾക്കാണ് എന്നാണ്, അതായത് ലിന്നിനെയാണ് ഏൽപ്പിച്ചത് എന്നാണ്. അപ്പൊ ഇവനാണെങ്കിൽ അവൾക്ക് ഇത് ഇഷ്ടമല്ലാത്ത കല്യാണമാണ് എന്ന് മനസ്സിലാക്കി ആ പയ്യനോട് അവിടെ നിന്ന് ഇറങ്ങി പോവാനായിട്ട് പറയുന്നു. അപ്പോ ആ പയ്യനാണെങ്കിൽ റിയെ നോക്കി, നീ അല്ലേ പറഞ്ഞത് 2 ലക്ഷം തന്നാല് ഇവളെ എനിക്ക് കിടിച്ചു തരാന്ന്, ഇപ്പൊ എന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോ അത് കേട്ട് ഹുവാൻ നീ സംസാരിച്ചോ എന്ന് ചോദിക്കുമ്പോ അവളുടെ അമ്മ പെട്ടെന്ന്, സർ എന്റെ ഭാഗത്താണ് തെറ്റ്, ഞങ്ങൾക്ക് ഒരുപാട് കടം ഉള്ളത് കൊണ്ട് ഇവളെ കൊടുത്താല് പൈസ തരാന്ന് പറഞ്ഞതുകൊണ്ട് ഞാനാണ് ഇവന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയത്, എന്റെ മകള് ഒന്നും ചെയ്തിട്ടില്ലെന്ന് പറയുന്നു. അപ്പൊ ഹുവാനാണെങ്കിൽ അതൊക്കെ കേട്ട് ലിനിനോട് ഇതൊക്കെ സത്യമാണോ എന്ന് ചോദിക്കുന്നു. അപ്പൊ അവളാണെങ്കിൽ ഒരു മറുപടി പറയാൻ വരുന്നതിന് മുന്നേ തന്നെ ഇവളുടെ അമ്മ ഇടയ്ക്കേറി അത് തടയുന്നു. അതിനുശേഷം ഇവനാണെങ്കിൽ കറക്റ്റ് സമയത്ത് അവളെ വന്ന് രക്ഷപ്പെടുത്തിയത് കൊണ്ട് തന്നെ ലിൻ അവനോട് നന്ദി പറയുന്നു. അപ്പോ ഹുവാനാണെങ്കിൽ ലിനിനോട് 3 വർഷം മുന്നേ നിനക്ക് സംസാരിക്കാൻ കഴിയുമായിരുന്നല്ലോ, ഇപ്പൊ എന്താ നീ സംസാരിക്കാൻ കഴിയാത്തവളെ പോലെ അഭിനയിക്കുന്നതെന്ന് ചോദിക്കുന്നു. അപ്പോ റിയ ആണെങ്കിൽ അത് കേട്ട് ആ ഒരു വിഷയം മാറ്റാനായിട്ട് ഇവനോട് 3 വർഷം മുന്നേ നിങ്ങൾ എനിക്ക് തന്ന പ്രോമിസ് പാലിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നു. അപ്പൊ അവനും തീർച്ചയായും നീ എന്റെ കൂടെ വന്നാല് ഞാനത് സാക്ഷാത്കരിക്കും എന്ന് പറഞ്ഞ് അവളെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നു. അതായത് അന്ന് അവൻ ഇവളെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞിരുന്നല്ലോ. ഇവളും അപ്പോ അവരുടെ പിറകെ തന്നെ പോവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇവളുടെ അമ്മ അവളെ വിടുന്നുണ്ടായിരുന്നില്ല. എന്റെ മകൾ എന്തായാലും ഒരു വലിയ ഫാമിലിയിൽ കയറിപ്പറ്റി, ഇനി എന്തായാലും എനിക്കും സുഖമായിട്ട് ജീവിക്കാം, ഇനി നിന്നെ പോലെ ഒരുത്തി ചുമന്നുകൊണ്ട് നടക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞ് അവളെ അവിടെ നിന്ന് വലിച്ച് വെളിയിലേക്ക് കൊണ്ടുപോയി ആ ഒരു വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നു. അവരുടെ ഇവളെ കൊണ്ടുള്ള ആവശ്യങ്ങളൊക്കെ തീർന്നല്ലോ, ഇനി എന്തായാലും മകൾ ഒരു കോടീശ്വരനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാല് ഇവളുടെ പിച്ചക്കാശിന് ജീവിക്കേണ്ട ആവശ്യം അവർക്കില്ല, അതുകൊണ്ടാണ് ഇവളെ ഇറക്കി വിടുന്നത്. അവളാണെങ്കിൽ എങ്ങോട്ട് പോണോന്നറിയാതെ അവിടെ തന്നെ ഇരിക്കുന്നു. എന്നാൽ അപ്പോഴേക്കും കുറച്ച് കഴിയുമ്പോഴേക്കും ഒരു കാറ് അങ്ങോട്ടേക്ക് വരുന്നു. ഹുവാൻ പറഞ്ഞു വിട്ടതാണ്. അപ്പോ ഇവളുടെ അമ്മയും റിയയുടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ആ ഒരു കാറിലോട്ട് കയറാൻ പോകുമ്പോ യൂജിൻ ഇവരോട് റിയയുടെ സാധനങ്ങൾ മാത്രമേ എന്നോട് എടുത്തോണ്ട് വരാൻ പറഞ്ഞോളൂ, അല്ലാണ്ട് നിങ്ങളെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടില്ല, നിങ്ങൾ വരേണ്ട ആവശ്യമില്ല എന്നവരോട് പറയുന്നു. വലിയ കാര്യത്തില് ചാടിത്തുള്ളി കോടീശ്വരന്റെ വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങിയതാണ്. യൂജിൻ അങ്ങനെ പറഞ്ഞത് കൊണ്ട് തന്നെ ആകെ നാണം കെട്ട് നല്ല ദേഷ്യത്തില് അവര് തിരിച്ച് വീട്ടിലേക്ക് തന്നെ കയറി പോകുന്നു. അപ്പോഴും നമ്മുടെ ലിന്നാണെങ്കിൽ അവിടെ തന്നെ ഇരിക്കുകയാണല്ലോ. എന്നാൽ യൂജിൻ അത് ശ്രദ്ധിക്കുന്നു. കാരണം ഇവൻ മുന്നേ തന്നെ ഓഫീസിൽ വെച്ച് ഇവളെ കണ്ടിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഇവളുടെ അടുത്തേക്ക് വന്ന് എന്തിനാ ഇവിടെ ഇരിക്കുന്നത് എന്ന് ചോദിക്കുന്നു. അപ്പൊ ഇവളാണെങ്കിൽ അവനോട് സംസാരിക്കാനായിട്ട് നോട്ട് എഴുതാൻ തുടങ്ങുമ്പോൾ അവൻ വേണ്ട, എനിക്ക് സൈൻ ലാംഗ്വേജ് മനസ്സിലാവും എന്ന് അവളോട് പറയുന്നു. അപ്പൊ ഇവള് എന്റെ അമ്മയ്ക്ക് എന്നെ വേണ്ട, എനിക്ക് എങ്ങോട്ട് പോകണമെന്നും അറിയില്ല എന്ന് പറയുമ്പോൾ ഇവൻ അതിനാണ് വിഷമിച്ചിരിക്കുന്നത്, അതൊന്നും കുഴപ്പമില്ല, എന്റെ കൂടെ വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ വന്നോ എന്ന് പറയുന്നു. അപ്പൊ അവൾ അത് കേട്ട് അതിന് നിങ്ങൾ ആരാ എന്ന് ചോദിക്കുമ്പോ യൂജിൻ ഞാൻ ഹുവാന്റെ ബ്രദർ ആണെന്ന് പറയുന്നു. അപ്പൊ അത് കേൾക്കുമ്പോ ഇവളും കുറച്ച് ഓക്കെ ആയിട്ട് അവനോടൊപ്പം പോകുന്നു. അങ്ങനെ അതിനുശേഷം ഇപ്പോ ലിന്നും റിയ ഉള്ള അതേ വീട്ടില് തന്നെയാണ്. അപ്പോ റിയ ആണെങ്കിൽ അതുവഴി വരുന്ന സമയത്ത് ഇവളെ ഇടയ്ക്ക് കയറി നിൽക്കുന്നത് കണ്ട് അവളുടെ കൂടെ ഉണ്ടായിരുന്ന സെർവന്റ് അവളെ സോപ്പിടാനായിട്ട് നമ്മുടെ ലിനിനെ തല്ലുന്നു. ഇവള് മാഡം വരുന്ന വഴിക്ക് ഇടയ്ക്ക് കയറി നിന്നു എന്ന് പറഞ്ഞ്. അപ്പോ റിയ ആണെങ്കിൽ അവിടെ നമ്മുടെ ലിനിനെ കണ്ട് ഷോക്ക് ആവുന്നു. അത് കണ്ട് ഇവളെ പെട്ടെന്ന് തന്നെ ആ സെർവന്റിനോട് ഇവള് എന്നെ ഉപദ്രവിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നത്, എത്രയും പെട്ടെന്ന് ഇവളെ ഇവിടെ നിന്ന് പുറത്താക്കാനായിട്ട് പറയുന്നു. അങ്ങനെ ആ സെർവന്റും മറ്റൊന്നും നോക്കാതെ ഇവളെ അവിടെ നിന്ന് പിടിച്ച് പുറത്താക്കുന്നു. ഇവളാണെങ്കിൽ ആ റോഡിൽ വീണ് അവളുടെ കാലൊക്കെ മുറിഞ്ഞിട്ടുണ്ട്. അപ്പോ അത് അങ്ങോട്ടേക്ക് വന്ന് ഹുവാൻ കാണുന്നു. അവൻ പെട്ടെന്ന് തന്നെ ഇവളുടെ അടുത്തേക്ക് വന്ന് എന്ത് പറ്റി, ആരാ നിന്നോട് ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ അങ്ങോട്ടേക്ക് റിയ ഓടിക്കൊണ്ട് വരുന്നു. ഇവള് എന്റെ അമ്മ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നേക്ക, അമ്മയ്ക്ക് ഇവക്ക് സുഖമായിട്ട് ജീവിക്കാനായിട്ട് ഞാൻ പൈസ കൊടുക്കണമെന്നാ പറയുന്നത്, ഞാൻ എത്ര തവണ നിന്നോട് പറഞ്ഞത്, അമ്മ പറഞ്ഞത് കേട്ട് എന്നെ ശല്യം ചെയ്യാനായിട്ട് ഇങ്ങോട്ട് വരരുതെന്ന്, പിന്നെ നീ എന്തിനാ ഇങ്ങോട്ട് വരുന്നത് എന്നൊക്കെ ചോദിച്ച് അവളോട് സംസാരിക്കുന്നു. ഇവൾക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ടെങ്കിലും അവന്റെ മുന്നിൽ വെച്ച് നല്ലൊരു പെൺകുട്ടിയെ പോലെയാണല്ലോ അഭിനയിക്കേണ്ടത്, അതുകൊണ്ട് തന്നെ അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. അപ്പൊ ലിന്നാണെങ്കിൽ റിയയുടെ അടുത്ത് നീ എന്തിനെങ്ങനെ കള്ളം പറയുന്നത്, ഞാൻ എപ്പോഴാണ് നിന്നോട് പൈസ ചോദിച്ചത് എന്ന് ചോദിക്കുമ്പോ ഹുവാൻ അതെന്തെങ്കിലും ആയിക്കോട്ടെ, നിനക്ക് പൈസയാണ് വേണ്ടതെങ്കിൽ ഇന്ന് ഇതിൽ ആവശ്യത്തിൽ കൂടുതലുണ്ട് എന്ന് പറഞ്ഞ് അവൾക്ക് ഇട്ടുകൊടുത്തിട്ട് അവൻ അവിടെ നിന്ന് പോവാനായിട്ട് തുടങ്ങുന്നു. എന്നാൽ അപ്പോഴേക്കും നമ്മുടെ യൂജൻ അങ്ങോട്ടേക്ക് വന്ന് ഹുവാനോട് ഒന്ന് നിന്നേ, ഇവള് ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയാണ്, അതുകൊണ്ട് തന്നെ ഇന്ന് മുതൽ ഇവൾ ഇവിടെയായിരിക്കും താമസിക്കാൻ പോകുന്നത്, ചേട്ടന്റെ വൈഫിന് ഇവളിവിടെ താമസിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്ക് താമസിക്കാനായിട്ട് വേറെ ഏതെങ്കിലും സ്ഥലം അറേഞ്ച് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലിന്നിനെയും എടുത്തുകൊണ്ട് അവൻ അകത്തോട്ട് പോകുന്നു. അവൻ പറഞ്ഞതൊക്കെ കേട്ട് ലിൻ ഫുൾ ഷോക്കായി പോവാണ്. അപ്പൊ അവര് പോയി കഴിയുമ്പോ ഹുവാൻ റിയയുടെ അടുത്ത് നിങ്ങളെ സഹോദരങ്ങളല്ലേ, പിന്നെ എന്തിനാ നീ എപ്പോഴും നിന്റെ സഹോദരിയെ ആട്ടി പായിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ റിയ അവള് പണ്ട് മുതലേ എന്നെ ഒരുപാട് ഉപദ്രവിക്കാറുണ്ട്, എന്റെ സാധനങ്ങളൊക്കെ തട്ടിയെടുക്കാറാ പതിവ്, അവൾ എനിക്ക് പേടിയാണ്, അതുപോലെ അവൾ നിങ്ങളെ തട്ടിയെടുത്താലോ എന്ന് ചോദിക്കുമ്പോ ഇവൻ നീ പേടിക്കണ്ട, ഞാൻ എപ്പോഴും നിന്നെ തന്നെ ആയിരിക്കും സ്നേഹിക്കുന്നത് എന്ന് പറഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ട്
കൊണ്ട് പോകാൻ തുടങ്ങുമ്പോ അല്ല ഞാൻ നിനക്ക് തന്ന ബ്രേസ്ലെറ്റ് എവിടെയെന്ന് അവളോട് ചോദിക്കുന്നു. അത് ഇതുവരെയും ഇട്ട് കണ്ടില്ലല്ലോ എന്ന് ചോദിക്കുമ്പോ ഇവള് അത് ചിലപ്പോ പൊട്ടിപ്പോയാലോ, ഞാൻ എന്റെ അമ്മയുടെ കയ്യിൽ അത് സൂക്ഷിക്കാൻ ഏൽപ്പിച്ചേക്കാം, എത്രയും പെട്ടെന്ന് ഞാൻ വീട്ടിൽ പോയിട്ട് അത് വാങ്ങിക്കാമെന്ന് പറയുന്നു. അവനിക്കാണെങ്കിൽ അതൊക്കെ കേൾക്കുമ്പോൾ ഒരു സംശയം വരുന്നുണ്ടെങ്കിലും ഇവള് കറക്റ്റായിട്ട് തന്നെ അത് വഴിതിരിച്ചു വിടുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കാണുന്നത് യോജിൻ ഇപ്പോ ലിനിനെ അകത്തേക്ക് കൊണ്ടുവന്നതിന് ശേഷം അവൾക്ക് മുറിവ് പറ്റിയ സ്ഥലത്ത് മരുന്നൊക്കെ വെച്ചു കൊടുക്കുന്നു. അപ്പൊ അത് കണ്ടോണ്ട് വരുന്ന ഹുവാനെ ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അവൻ അങ്ങോട്ടേക്ക് ചെല്ലാൻ നോക്കുമ്പോ റിയ ഇവനെ തടഞ്ഞിട്ട് അതൊന്നും കാര്യമാക്കണ്ട, ആണുങ്ങളെ വളച്ചെടുക്കാനായിട്ട് ഇവള് നല്ല മിടിക്ക എന്ന് പറയുമ്പോ അവൾ എന്തെങ്കിലും കാണിക്കട്ടെ എന്ന മട്ടില് അവന് അവിടെ നിന്ന് പോകുന്നു. പക്ഷെ യൂജിനാണെങ്കിൽ റിയയുടെ ഫീസ് കാണുമ്പോ എവിടെയോ കണ്ടുമറന്ന പോലെ ഫീൽ ആവുന്നുണ്ടെങ്കിലും അവനിക്കത് കറക്റ്റ് ആയിട്ട് ഓർത്തെടുക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ അവര് പോയതിനു ശേഷം ഇവള് യൂജിനോട് എനിക്ക് തോന്നുന്നത് ഞാൻ ഇവിടെ താമസിക്കുന്നത് ശരിയല്ലെന്ന്, ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയുണ്ട്, സോറി എന്ന് ഇവനോട് പറയുന്നു. കാരണം ഇവൻ നേരത്തെ ഇവളെ ഇഷ്ടമാണെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോ അവന് വല്ല തലയ്ക്ക് തട്ടിയിട്ട് അത് ഞാൻ ചുമ്മാ പറഞ്ഞതാ, അവര് നിന്നെ ഇനിയും വേദനിപ്പിക്കുന്നത് കാണാൻ വയ്യാത്തതുകൊണ്ട് പറഞ്ഞതാ, നിനക്ക് എന്റെ ചേട്ടനെ അല്ലേ ഇഷ്ടമെന്ന് ചോദിക്കുമ്പോ ഇവളും അതെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തിന് പ്രോമിസ് ചെയ്തതാ അദ്ദേഹത്തിനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോ ഇവൻ അപ്പൊ 3 വർഷം മുന്നേ എന്റെ ചേട്ടനെ രക്ഷപ്പെടുത്തിയത് നീ ആയിരുന്നു എന്ന് ചോദിക്കുന്നു. അപ്പൊ അവളും അതെ എന്ന് പറഞ്ഞിട്ട് ആ കാര്യങ്ങളൊക്കെ ഇവനോട് തുറന്നു പറയുന്നു. അപ്പോ ഇവനും ലിനിനോട് നിനക്ക് വേണ്ടി തന്നെയാണ് എന്റെ ചേട്ടനും ഇത്രയും നാളും വെയിറ്റ് ചെയ്തത്, പക്ഷെ ഇപ്പൊ നിന്റെ സ്ഥാനം മറ്റൊരു പെണ്ണ് തട്ടിയെടുത്തേക്കാണ്, അതുകൊണ്ട് തന്നെ ഇതിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റൂ, ഞാൻ നിന്നെ സഹായിക്കാം, ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാവുമെന്ന് പറയുന്നു. അവൾക്കും അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാവുന്നു. അതിനുശേഷം ഹുവാനാണെങ്കിൽ അവന്റെ വർക്കിലൊന്നും കാര്യമായിട്ട് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. യൂജനാണെങ്കിൽ ലിനിനെ അവന്റെ ഗേൾഫ്രണ്ട് ആണ് എന്ന് പറഞ്ഞാണല്ലോ പരിചയപ്പെടുത്തിയത്. മാത്രമല്ല അവൻ അവളെ കെയർ ചെയ്യുന്നതൊക്കെ ഇവനിക്ക് ഭയങ്കരമായിട്ട് പ്രയാസം ഉണ്ടാക്കുന്നു. അവളെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഞാൻ എന്തിനാ ഇത്ര വേദനിക്കുന്നത് എന്ന് സ്വയം ചോദിക്കുന്ന സമയത്ത് അത് കേട്ടുകൊണ്ട് യൂജൻ അങ്ങോട്ടേക്ക് വരുന്നു. എന്നിട്ട് അവൻ ഹുവാനോട് ചേട്ടാ, കാരണം നിങ്ങൾ എപ്പോഴും സ്നേഹിക്കുന്നത് ലിനിനെയാണ്, അല്ലാതെ അവളുടെ സ്ഥാനം തട്ടിയെടുത്ത റിയ ആയിരുന്നില്ല, നിങ്ങൾക്ക് തെറ്റുപറ്റിയതാണ് എന്ന് പറയുമ്പോൾ ഹുവാൻ അല്ല അതെങ്ങനെ ശരിയാവും, എനിക്ക് തെറ്റുപറ്റിയിട്ടില്ല, എന്നെ രക്ഷപ്പെടുത്തിയത് റിയ തന്നെയാണ്, ലിൻ അല്ല എന്ന് പറയുന്നു. അപ്പോ യൂജൻ ഇവനോട് നിങ്ങൾ ഒന്നും കൂടി കാര്യമായിട്ട് അന്വേഷിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. അപ്പൊ റിയ ആണെങ്കിൽ ആ ഒരു ബ്രേസ്ലെറ്റ് തപ്പി അവളുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അമ്മയെ അങ്ങോട്ട് കൊണ്ടുപോവാത്തത് കൊണ്ട് തന്നെ ഇവളെ നേരെ വന്ന് ചോദിച്ചാൽ ആ ബ്രേസ്ലെറ്റ് അവര് കൊടുക്കാൻ പോകുന്നില്ലെന്നറിയാം. അതുകൊണ്ട് തന്നെ ഇവൾ അവർക്ക് ഒരു 1 മില്യൺ കൊടുത്തിട്ട് അവരുടെ കയ്യിൽ നിന്ന് അത് വാങ്ങിക്കുന്നു. ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവനിക്ക് ഇവളുടെ മുകളിൽ ഡൗട്ട് വരില്ല എന്നാണ് അവളുടെ വിശ്വാസം. അപ്പോ അതിനുശേഷം ഇവള് അതൊക്കെ കൊണ്ട് ഹുവാനെ കാണാനായിട്ട് വരുന്നു. അവനാണെങ്കിൽ യൂജും പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് നല്ല ദേഷ്യവും നീക്കാണ്. ഇവൾ അങ്ങോട്ടേക്ക് വരുമ്പോ തന്നെ നീ ശരിക്കും എന്തിനാ എന്നോട് കള്ളം പറഞ്ഞത് എന്ന് ചോദിച്ച് അവളുടെ കുത്തിന് പിടിക്കുന്നു. എന്നിട്ട് അവളോട് നല്ലതുപോലെ തന്നെ അവൻ ദേഷ്യപ്പെടുന്നു. അപ്പോഴാണ് ഇവൻ അവളുടെ കയ്യിലുള്ള വല ശ്രദ്ധിക്കുന്നത്. അങ്ങനെ അത് കണ്ട് ഇവൻ പിന്തിരിയുമ്പോ ഇവൾ അവനോട് നിങ്ങൾ തന്ന ലെറ്ററും അതേപോലെ തന്നെ ഈ വളയൊക്കെ ഇപ്പോഴും എന്റെ കയ്യിലാണുള്ളത്, നിങ്ങൾക്ക് എന്നെ സംശയമാണോ, നിങ്ങൾ തന്ന ലെറ്ററും അതേപോലെ തന്നെ ഈ വളയൊക്കെ ഞാൻ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, നിങ്ങൾ ആ ലിൻ പറയുന്നത് കേട്ടിട്ടാണോ എന്നെ സംശയിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവൻ അല്ല ഇത് പറയുന്നു. ഓ അപ്പോ നിങ്ങളുടെ ബ്രദർ കാരണമാണോ എന്ന് ചോദിച്ച് ഇവള് ഓരോന്ന് സംസാരിക്കുമ്പോൾ ഇവനിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. ഇവൻ ഷൗട്ട് ചെയ്യുന്ന സമയത്ത് ഇവള് വളരെ പാവമായിട്ട് അഭിനയിക്കുന്നു. അപ്പോ അവനും അവനങ്ങനെ ദേഷ്യപ്പെട്ടതും നേരത്തെ കാണിച്ചതൊക്കെ വെച്ചിട്ട് ഇവളോട് ക്ഷമ ചോദിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നു. അപ്പൊ നമ്മുടെ ലിന്നാണെങ്കിൽ പുറത്ത് ഇവനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. എന്നാൽ അവൻ അങ്ങോട്ടേക്ക് വരുമ്പോ ഇവള് അവന്റെ അടുത്തേക്ക് ചെല്ലുന്നു. അപ്പൊ അവനാണെങ്കിൽ ഇവളോട് ദേഷ്യപ്പെട്ട് എനിക്ക് നിന്നെ കാണാൻ ഒരു താല്പര്യമില്ല, എപ്പോഴും നീ ഇങ്ങനെ എന്റെ സ്നേഹം പിടിച്ചു വരാനായിട്ട് നടക്കണമെന്നില്ല, റിയ പറഞ്ഞതുപോലെ തന്നെ നീ എങ്ങനെയെങ്കിലുമൊക്കെ ഈ കുടുംബത്തിൽ കയറി പറ്റാൻ മാത്രം വേണ്ടി നടക്കുന്നവളാ, ഇനി 3 വർഷം മുന്നേ റിയ അല്ല എന്നെ രക്ഷിച്ചതല്ലെങ്കിലും എനിക്ക് അവളെ തന്നെയാണ് ഇഷ്ടം, നിന്നെ പോലെ ഒരു പെണ്ണിനെ ഞാൻ ഒരിക്കലും ഇഷ്ടപ്പെടാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. അപ്പോഴേക്കും റിയ അങ്ങോട്ടേക്ക് വന്ന് ഇവളോട് കേട്ടില്ലേ അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം ഇപ്പോ എന്നെയാണ് ഒരുപാട് ഇഷ്ടപ്പെടുന്നത്, നിന്നെ അല്ല, ഇനി നീ ഈ ഭൂമിയിലെ ജീവനോടെ വേണ്ട എന്ന് പറഞ്ഞ് അവളുടെ കഴുത്തിന് പിടിച്ചെന്നിരിക്കുന്നു. എന്നാൽ അപ്പോഴേക്കും യൂജൻ അങ്ങോട്ടേക്ക് വരുന്നു. ഇതൊക്കെ എന്നെ ചേട്ടനെ അറിഞ്ഞാല് എന്താ സംഭവിക്കാൻ പോകുന്നത് അറിയാലോ എന്ന് ചോദിക്കുമ്പോൾ റിയ ഓ നീ പറഞ്ഞാല് നിന്റെ ചേട്ടൻ വിശ്വസിക്കാൻ തോന്നുന്നുണ്ടോ, അദ്ദേഹം ഈ ഭൂമിയിൽ ഇപ്പോ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് എന്നെയാണ്, അതുകൊണ്ട് തന്നെ നീ പറയുന്നതൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല, നീയും ഇവളെ വിചാരിച്ചാല് എന്നെ ഇവിടെ നിന്ന് പുറത്താക്കാന്ന് വിചാരിക്കണ്ട എന്ന് പറയുമ്പോ ഇവൻ ഞാനത് ഉടനെ തന്നെ കാണിച്ചു തരാം എന്ന് പറയുമ്പോ അവളും ആ ശരി കാണാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. അവളാണെങ്കിൽ ഊമയെ പോലെ അഭിനയിക്കുന്നത് നമ്മുടെ ഹുവാന്റെ മുന്നിൽ മാത്രമാണ്. കാരണം അവന്റെ വിശ്വാസം ഇവള് ഓൾറെഡി പിടിച്ചു പറ്റി കഴിഞ്ഞല്ലോ. അപ്പോ യൂജിൻ ലിന്നിനോട് നിനക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന് ചോദിക്കുമ്പോ ഇവള് സംസാരിക്കാൻ കഴിയാത്ത എനിക്ക് വേണ്ടി നിങ്ങൾ ഇനി വാദിക്കേണ്ട, അത് നിങ്ങളെ കൂടി ബാധിക്കും, കൂടുതൽ പ്രശ്നങ്ങൾ ഞാൻ കാരണം ഉണ്ടാവണ്ട, ഞാൻ പൊക്കോളാം എന്ന് പറയുമ്പോ ഇവൻ എനിക്ക് നിന്നെ രക്ഷിച്ചേ പറ്റൂ, കാരണം എന്റെ ചേട്ടന്റെ ജീവൻ രക്ഷിച്ചത് നീ ആയിരുന്നില്ലേ, നീ കൂടുതൽ ചിന്തിക്കൊന്നും വേണ്ട എന്ന് അവളോട് പറയുന്നു. അതിനുശേഷം നമ്മൾ
കാണുന്നത് ഹുവാൻ ഇപ്പോ അവന്റെ കണ്ണിന്റെ ഒരു ചെക്കപ്പിനായിട്ട് പോവാണ്. 3 വർഷം മുന്നേ ഇവനെ ടേക്ക് കെയർ ചെയ്ത ഡോക്ടർ ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ അടുത്തോട്ടാണ് പോകുന്നത്. അപ്പൊ ഇവൻ റിയെ കൂടെ വിളിക്കുന്നുണ്ട്. ആദ്യം അവളൊന്ന് പതറുന്നുണ്ട്, കാരണം ആ ഡോക്ടറിന് അറിയാലോ ലിന്നാണ് അന്ന് ഇവനെ രക്ഷപ്പെടുത്തത് എന്ന കാര്യം. എങ്കിലും ഇപ്പോ ഒരുപാട് നാള് കഴിഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ ഡോക്ടറിന് അതൊന്നും ഓർമ്മയില്ലായിരിക്കും എന്ന് കരുതി ആശ്വസിച്ച് അവള് അവനോടൊപ്പം പോകുന്നു. അവിടെ ചെന്ന് അവന്റെ കണ്ണൊക്കെ പരിശോധിക്കുമ്പോ ഇപ്പൊ അവനിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവൻ ഡോക്ടറോട് എല്ലാത്തിനും ഭാഗ്യമായത് അന്ന് ഇവളെന്നെ രക്ഷപ്പെടുത്തിയതാണെന്ന് പറയുന്നു. അപ്പൊ ഡോക്ടർ ഇവളുടെ സിസ്റ്റർ ആയിട്ടുള്ള ലിന്നല്ലേ നിങ്ങളെ രക്ഷപ്പെടുത്തിയത് എന്ന് ചോദിക്കുമ്പോ റിയ അയ്യോ ഡോക്ടർ എന്തൊക്കെയാ പറയുന്നത്, ഡോക്ടർ കാര്യങ്ങൾ വെറുതെ വളച്ചൊടിക്കരുത് എന്ന് പറയുന്നു. അപ്പൊ ആ ഡോക്ടർ ഞാൻ കാര്യങ്ങൾ വളച്ചൊടിച്ചിട്ടില്ല, സത്യമാണ് പറയുന്നത് എന്ന് പറയുന്നു. എന്നാൽ അപ്പോഴേക്കും യൂജനും അതേപോലെ തന്നെ ലിന്നും കൂടി അങ്ങോട്ടേക്ക് എത്തുന്നു. ആ ഡോക്ടറും അതേപോലെ തന്നെ ലിന്നും ഒക്കെ നല്ല ഫ്രണ്ട്സ് ആണ്. കാരണം 3 വർഷം മുന്നേ നമ്മുടെ ഹുവാൻ ഇവളാണല്ലോ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്, അന്ന് മുതലുള്ള കമ്പനിയാണ്. അപ്പോ അവര് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്നത് കാണുമ്പോ ഹുവാൻ അപ്പോ നിങ്ങൾക്ക് തമ്മിൽ നേരത്തെ അറിയാല്ലേ എന്ന് ചോദിച്ചിട്ട് അവൻ ചിന്തിക്കുന്നത് ഈ ലിന്നാണെങ്കിൽ ആ ഒരു ഡോക്ടറെ കയ്യിലെടുത്ത് വെച്ചിട്ട് അവർ തമ്മിലുള്ള കളിയാണ് ഇതൊക്കെയെന്നാണ്. അപ്പോ യൂജിൻ പോലും സത്യങ്ങൾ പറയാൻ വരുമ്പോ ഇവൻ അത് കേൾക്കാൻ തയ്യാറാവുന്നില്ല. നീ ഇവളുടെ വാക്കും കേട്ടല്ലേ ഇപ്പൊ നടക്കുന്നത്, അതുകൊണ്ട് തന്നെ എനിക്ക് നിന്റെ സത്യങ്ങളൊന്നും കേൾക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് റിയൻ കുട്ടി അവിടെ നിന്ന് പോകുന്നു. അപ്പോ ഹുവാൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയത് കൊണ്ട് തന്നെ യൂജിൻ ഇവളോട് ചേട്ടൻ പറഞ്ഞൊന്നും നീ കാര്യമായിട്ട് എടുക്കണ്ട എന്ന് പറയുമ്പോ ഇവളും ഇല്ല കുഴപ്പമില്ല ഞാൻ ഓക്കെ ആണെന്ന് പറയുന്നു. അപ്പൊ വെളിയിൽ വന്നിട്ട് റിയ ഇവനോട് എന്റെ സിസ്റ്റർ എല്ലാ ആണുങ്ങളെയും ഒരേപോലെ കയ്യിലെടുത്ത് വെച്ചേക്കുക എന്ന് പറയുമ്പോ ഹുവാൻ നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാതിരിക്കും, അവര് ഫ്രണ്ട്സ് ആയിരിക്കും എന്ന് പറയുമ്പോ ഇവൾക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോ നിങ്ങൾ അവൾക്ക് സപ്പോർട്ട് നിൽക്കാണോ എന്ന് ചോദിക്കുമ്പോ ഇവൻ അതുകൊണ്ടല്ല, ഞാൻ എപ്പോഴും നിന്നെ തന്നെയാണ് ഇഷ്ടപ്പെടുന്നത് എന്ന് പറഞ്ഞിട്ട് അവളോട് എനിക്ക് കുറച്ച് ജോലിയുണ്ട് നീ തനിയെ വീട്ടിലേക്ക് പൊക്കോ എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നു. ഇവനിക്കാണെങ്കിൽ സത്യം പറഞ്ഞ അവളോട് ഒരു ഫീലിങ്സും ഇല്ല. അപ്പൊ ഇവിടെ യൂജിനാണെങ്കിൽ നമ്മുടെ ലിനിന് സംസാരശേഷി വീണ്ടെടുക്കാനുള്ള എന്തെങ്കിലും സാധ്യത ഉണ്ടോ എന്ന് ഡോക്ടറിനോട് ചോദിക്കുന്നു. ആ ഒരു ഡോക്ടറിന്റെ പേര് ജിയാൻ എന്നാണ്. അപ്പോ ജിയാൻ ഇവരോട് ഇവളുടെ മെഡിക്കൽ റെക്കോർഡ്സ് ഒക്കെ ഞാൻ മുന്നേ തന്നെ പരിശോധിച്ചതാണ്, ഒരിക്കലും സംസാരശേഷി തിരിച്ചു കിട്ടില്ല എന്ന് പറയാൻ സാധിക്കില്ല. കാരണം പണ്ടുണ്ടായ എന്തോ ഒരു ട്രോമയാണ് ഇവളുടെ സംസാരശേഷി ഇല്ലാതാക്കിയത്, അതെന്താണെന്ന് ഓർക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോ അത് ആലോചിക്കുന്ന സമയത്ത് ഇവളുടെ മൈൻഡിലേക്ക് ഒരുപാട് കാര്യങ്ങൾ ഭയപ്പെടുത്തുന്ന രീതിയിൽ വരുന്നുണ്ട്, പക്ഷെ അതെന്താണെന്ന് കാര്യമായിട്ട് ഓർക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ജിയാൻ ഇവരോട് ഒരു ചെക്കപ്പിനായിട്ട് ബ്ലഡ് ടെസ്റ്റ് നടത്തണം എന്ന് പറഞ്ഞിട്ട് ആ ഒരു ടെസ്റ്റിനായിട്ട് അയക്കുന്നു. അങ്ങനെ ഇവരും ബ്ലഡ് ഒക്കെ കൊടുത്തിട്ട് ഇറങ്ങി വരുന്ന സമയത്ത് ഹുവാൻ ഇവരുടെ അടുത്തേക്ക് വരുന്നു. അപ്പൊ ഇവര് തമ്മിലുള്ള ഓരോ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ അവർ തമ്മിൽ പറഞ്ഞു തീർക്കട്ടെ എന്ന് വിചാരിച്ച് യൂജൻ അവിടെ നിന്ന് മാറിക്കൊടുക്കുന്നു. അപ്പൊ ഇവളാണെങ്കിൽ വളരെ സന്തോഷത്തിൽ അവനോട് നിങ്ങൾ എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇവൻ അവളുടെ കഴുത്തേയും പിടിച്ച് നെരിച്ചിട്ട് നീ എത്ര നാളായി ഇങ്ങനെ അഭിനയം തുടരാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് ചോദിക്കുന്നു. നിന്റെ വലയിലേക്ക് നീ എന്റെ അനിയനെ കൂടി വലിച്ചിട്ടേക്കുവാണോ, അവനൊരു പാവമാണ്, അവനെ നീ വേദനിപ്പിക്കാനുള്ള ഉദ്ദേശമെങ്കിൽ ഞാൻ നിന്നെ വെറുതെ വിടാൻ പോകുന്നില്ല, നിന്നെ പോലെ ഒരു പെണ്ണിനെ ഞാൻ ഒരിക്കലും ഇഷ്ടപ്പെടാൻ പോകുന്നില്ല, മറ്റൊരാളുടെ സ്ഥാനം തട്ടിയെടുക്കാൻ വേണ്ടി മാത്രമാണ് നടക്കുന്നത്, നിന്നെ പോലെ ഒരു പെരുങ്കള്ളിയെ മനസ്സിൽ മോശം ചിന്തയും കൊണ്ട് നടക്കുന്ന നിന്നെ ഒരിക്കലും എന്റെ കുടുംബത്തിലോട്ട് കയറാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് ഇവളെ പിടിച്ച് തലയിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നു. അപ്പൊ ഇവളാണെങ്കിൽ ഞാൻ ഒരു കള്ളവും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് അവന്റെ കാല് പിടിക്കുന്നുണ്ടെങ്കിലും അവനത് കേൾക്കാണ്ട് അവിടെ നിന്ന് പോകുന്നു. അപ്പൊ ഇവള് മനസ്സിൽ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ നിങ്ങൾ എന്നെ ഇത്രയും വെറുക്കുന്നത് എന്നാണ്. അപ്പോഴേക്കും യൂഷൻ ഇവളുടെ അടുത്തേക്ക് വന്ന് അവളെ പിടിച്ച് എഴുന്നേപ്പിച്ച് അവളെ ആശ്വസിപ്പിച്ചിട്ട് അവളോട് എന്റെ ചേട്ടന് നിന്നെ മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ഞാൻ എന്തായാലും ഒരു തെളിവ് കണ്ടെത്താനായിട്ട് തന്നെ പോവുകയാണെന്ന് പറയുന്നു. അതിനുശേഷം നമ്മൾ കാണുന്നത് പിറ്റേന്ന് യൂജിൻ ആ ഡോക്ടറായിട്ടുള്ള ജിയാനെ കാണാനായിട്ട് വന്നേക്കാണ്. അപ്പോ ജിയാൻ ഇവനോട് എന്താ ഒറ്റയ്ക്ക് വന്നത്, ലിൻ എവിടെ എന്ന് ചോദിക്കുമ്പോ അവള് അത്രയ്ക്ക് ഓക്കെ അല്ല, അതുകൊണ്ട് ഞാൻ പിന്നെ വിളിക്കാൻ നിന്നില്ല. അല്ല അവളുടെ റിസൾട്ട് എന്തായി എന്ന് ചോദിക്കുമ്പോ ജിയാൻ റിസൾട്ട് കുഴപ്പമൊന്നുമില്ല, ഏത് നിമിഷം വേണമെങ്കിലും അവൾക്ക് സംസാരിക്കാൻ സാധിക്കുമെന്ന് പറയുന്നു. അല്ല 3 വർഷം മുന്നേ അവളെ രക്ഷിച്ചത് നിന്റെ ചേട്ടനെയാണ്, പക്ഷെ അയാള് അവളെ മൈൻഡ് പോലും ചെയ്യുന്നില്ലല്ലോ, നീ എന്തിനാണ് അവളുടെ കാര്യത്തിൽ ഇത്ര കെയർ കാണിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ ഇവൻ എനിക്ക് അവളെ നല്ലതുപോലെ അറിയാം, പക്ഷെ എന്റെ ചേട്ടൻ അവളെ മനസ്സിലാക്കുന്നില്ല. അതിന്റെ ഇടയ്ക്ക് റിയയും എന്റെ ചേട്ടനെ ലിനിന്റെ അടുത്ത് നിന്ന് ഒരുപാട് അകറ്റിയിരിക്കുകയാണ്. എന്തായാലും ഡോക്ടർ അവളുടെ സംസാരശേഷി എത്രയും പെട്ടെന്ന് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കണം എന്ന് പറയുമ്പോൾ ജിയാനും തീർച്ചയായും എനിക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു സഹോദരിയുടെ സ്ഥാനത്താണ് ഞാൻ അവളെ കാണുന്നത്, അതുകൊണ്ട് തന്നെ അവളുടെ സംസാരശേഷി നമ്മൾ എത്രയും പെട്ടെന്ന് മുന്നോട്ട് കൊണ്ടുവരുമെന്ന് പറയുന്നു. അപ്പോ യൂജിനും ജിയാനോട് അല്ല 3 വർഷം മുന്നേയും സിസ്റ്ററിനെ തെരഞ്ഞു നടക്കല്ലായിരുന്നു, ഇതുവരെ കണ്ടെത്താൻ സാധിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ ജിയാൻ ഇല്ല 10 വയസ്സിൽ അവളെ നഷ്ടപ്പെട്ടതല്ലേ, എന്നിരുന്നാലും എന്നെങ്കിലും അവളെ തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷ എനിക്കുണ്ട് എന്ന് പറയുമ്പോൾ യൂജിനും തീർച്ചയായും എന്റെ സഹായം കൂടി അതിനുണ്ടാവും, എനിക്കറിയാവുന്ന കുറച്ച് ഡിറ്റക്റ്റീവ്സ് ഒക്കെ ഉണ്ട്, ഞാൻ പരിചയപ്പെടുത്തി തരാമെന്ന് പറയുന്നു. അപ്പൊ ഇവിടെ ലിൻ ആണെങ്കിൽ വളരെയധികം സങ്കടത്തിലാണ്. ഹുവാൻ ഇവളെ ഒരിക്കലും ഇഷ്ടപ്പെടാൻ പോകുന്നില്ല, അതേപോലെ തന്നെ ഇവളൊരു മോശം പെൺകുട്ടിയാണ് എന്ന രീതിയിലേക്കാണല്ലോ സംസാരിച്ചത്, അത് ഇവൾക്ക് വളരെയധികം വേദന ഉണ്ടാക്കുന്നു. അതുകൊണ്ട് തന്നെ അവള് 3 വർഷത്തോളായിട്ട് നീ അദ്ദേഹത്തെ കാത്തിരിക്കുന്നതല്ലേ, ഇപ്പൊ നിനക്ക് ഒരു മറുപടി കിട്ടിയില്ലേ, എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണമെന്ന് അവളെ തീരുമാനിക്കുന്നു. അപ്പോ ഇവിടെ റിയ ആണെങ്കിൽ ഹുവാന് ഒരു റിങ് കൊടുത്തിട്ട് അവളെ വിവാഹം ചെയ്യാനായിട്ട് പറയുന്നു. അപ്പോ ഹുവാൻ ആണെങ്കിൽ അവിടെ ലിൻ നിൽക്കുന്നത് കാണുന്നു. അതുകൊണ്ട് തന്നെ മനഃപൂർവ്വം ഇവനിക്ക് ശരിക്കും റിയെ കല്യാണം കഴിക്കണമെന്നൊന്നും ഇല്ല, എങ്കിലും ഇവളെ വേദനിപ്പിക്കാനായിട്ട്
റിയയുടെ അടുത്ത് ഞാൻ നിന്നെ കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞ് ആ ഒരു റിങ് അവൾക്ക് ഇട്ടുകൊടുക്കുന്നു. അപ്പോ റിയയും അവിടെ നമ്മുടെ ലിനിനെ കാണുന്നു. ഉടനെ തന്നെ അവനെയും കൂട്ടി ഇവളുടെ അടുത്തേക്ക് വന്ന് ഞങ്ങള് ഉടനെ തന്നെ വിവാഹിതരാവാൻ പോവുക, നീ ഞങ്ങളെ അനുഗ്രഹിക്കോ? ഇല്ലായിരിക്കും അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ലിൻ തീർച്ചയായും അനുഗ്രഹിക്കും, നിങ്ങളെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും എന്നും ജീവിക്കട്ടെ എന്ന് അവളെ ബ്ലസ് ചെയ്യുന്നു. അതിനുശേഷം ലിൻ ആണെങ്കിൽ അവളുടെ റൂമിലേക്ക് വന്ന് അവളുടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവളുടെ മനസ്സിൽ എന്റെ ലൈഫില് ഞാൻ അനുഭവിച്ച പ്രശ്നങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരിക്കലും ഒരു രക്ഷപ്പെടല് എന്റെ അമ്മയുടെ കയ്യിൽ നിന്ന് ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിച്ചത്. എന്നും എന്റെ ലൈഫ് ആ ഒരു നരകത്തിൽ തന്നെയായിരിക്കും എന്ന് കരുതി ജീവിച്ച എനിക്ക് ഒരു വെളിച്ചം നൽകിയത് നിങ്ങളാണ്. നിങ്ങളുടെ പ്രസൻസ് എനിക്ക് വലിയ പ്രതീക്ഷയാണ് തന്നത്. എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും എനിക്കൊരു മോചനം ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ആ വെളിച്ചം ഇപ്പോഴും എന്റെ അടുത്ത് നിന്ന് ഒരുപാട് ദൂരെയാണ് എന്ന് പറഞ്ഞിട്ട് കരയുന്നു. അപ്പോ യോജന അങ്ങോട്ടേക്ക് വന്ന് അല്ല എന്ത് ചെയ്യുക, എങ്ങോട്ട് പോവുക എന്ന് ചോദിക്കുമ്പോൾ ഇവള് ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നതിൽ ഒരർത്ഥമില്ല, ഞാൻ ഇവിടെ നിന്ന് പോവാൻ തീരുമാനിച്ചു എന്ന് പറയുന്നു. അപ്പൊ അവനക്കത് കേൾക്കുമ്പോൾ വിഷമാവുന്നുണ്ടെങ്കിലും അവളെ പിടിച്ചു നിർത്തുന്നതിൽ ഒരർത്ഥമില്ല. കാരണം എന്തൊക്കെ പറഞ്ഞിട്ടും ചെയ്തിട്ടും ചേട്ടൻ ഇവളെ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവനും ഇവളുടെ തീരുമാനത്തോട് യോജിക്കുന്നു. അതിനുശേഷം യൂജനാണെങ്കിൽ നമ്മുടെ ഡോക്ടറായ ജിയാന്റെ അടുത്ത് നിന്ന് കോള് വരുന്നു. ലിന്നിന്റെ ഇന്നസെൻസ് പ്രൂവ് ചെയ്യാനുള്ള തെളിവ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഞാനത് നിന്റെ ഫോണിലേക്ക് അയച്ചിട്ടുണ്ട്, ഇനി ഒരിക്കലും ഹുവാൻ അവളെ തള്ളി പറയാൻ പറ്റില്ലെന്ന് പറയുന്നു. അങ്ങനെ അതിനുശേഷം ഹുവാനോട് യൂജൻ വന്നിട്ട് നീ റിയെ എൻഗേജ് ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ അവൻ ഞാൻ ചെയ്താലും ഇല്ലെങ്കിലും അത് നിന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല, എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം എന്ന് പറയുമ്പോൾ ഇവൻ ചേട്ടൻ എന്ത് തീരുമാനിച്ചാലും ചേട്ടന്റെ ലൈഫ് എന്നെ കൂടി ബാധിക്കുന്നതാണ്, ചേട്ടനോടൊപ്പം മോശം ആളുകൾ നിൽക്കുന്നത് എനിക്ക് കണ്ടോണ്ട് നിൽക്കാൻ ആവില്ല എന്ന് പറയുമ്പോൾ ഹുവാൻ ഓ ഇതൊക്കെ അവള് പഠിപ്പിച്ചു വിട്ടതാണോ എന്ന് ചോദിക്കുന്നു. അപ്പോ യൂജൻ ഇവനോട് ഞാൻ ആദ്യം മുതൽ ഈ നിമിഷം വരെ വിശ്വസിക്കുന്നത് അവളെ തന്നെയാണ് എന്ന് പറയുമ്പോൾ ഇവൻ പക്ഷെ ഞാൻ അവളെ ഒരിക്കലും വിശ്വസിക്കാൻ പോകുന്നില്ല, അതവള് അർഹിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇവന് നല്ല ദേഷ്യം വന്ന് അവനിക്കൊന്ന് പൊട്ടിച്ചിട്ട് നിനക്ക് ഒരിക്കലും അവളെ പോലെ ഒരു പെണ്ണിന്റെ സ്നേഹം അനുഭവിക്കാനുള്ള യോഗ്യതയില്ല എന്ന് പറയുന്നു. അപ്പൊ ഹുവാനാണെങ്കിൽ ഒരു പെണ്ണിന്റെ വാക്കം കേട്ടാണ് നീ എന്നെ തല്ലാൻ വന്നത്, അത്രയ്ക്കൊക്കെ നീ വളർന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇവൻ നീ കൂടുതൽ സംസാരിക്കണ്ട, ആരുടെ ഭാഗത്താണ് ശരിയെന്ന് ഇത് കണ്ടിട്ട് സംസാരിക്കുക എന്ന് പറഞ്ഞ് ജിയാൻ അയച്ച ആ ഒരു തെളിവായിട്ടുള്ള വീഡിയോ ഇവനെ കാണിക്കുന്നു. അതായത് 3 വർഷം മുന്നേ ഇവനിക്ക് കാഴ്ചശക്തി നഷ്ടപ്പെട്ട സമയത്ത് അവനെ ടേക്ക് കെയർ ചെയ്തത് റിയ ആയിരുന്നില്ല ലിന്നാണ് എന്ന് തെളിയിക്കുന്ന CCTV ഫുട്ടേജ് ആണ് ഇപ്പോൾ അതിലുള്ളത്. അപ്പോ അത് കണ്ട് ഹുവാൻ ഇല്ല ഞാനിത് വിശ്വസിക്കില്ല, എനിക്ക് വിശ്വസിക്കാനാവില്ല എന്ന് ഭയങ്കര ഷോക്കായിട്ട് പറയുന്നു. അപ്പൊ യൂജൻ നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അവള് നല്ലൊരു പെൺകുട്ടിയാണ്, നിനക്ക് അവളെ വേണ്ടെങ്കിൽ ഞാൻ എടുത്തോളാം എന്ന് പറയുമ്പോൾ ഇവൻ നീ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുന്നു. അപ്പൊ യൂജൻ അവൾക്ക് സംസാരിക്കാനുള്ള ശേഷി തിരിച്ചു കിട്ടും, അതിനായിട്ട് ഞാൻ അവളെ US കൊണ്ടുപോകാൻ പോവാ, നീ പിന്നെ ഒരിക്കലും അവളെ കാണില്ല എന്ന് പറയുമ്പോൾ ഹുവാൻ നീ വെറുതെ അവളെ വാക്കുകൾ വിശ്വസിച്ചിരിക്കുക, 3 വർഷം മുന്നേ ഞാൻ അവൾക്ക് കൊടുത്ത ബ്രേസ്ലെറ്റും ലെറ്ററൊക്കെ പിന്നെ എങ്ങനെയാ റിയയുടെ കയ്യിൽ കിട്ടിയത് എന്ന് ചോദിക്കുമ്പോൾ യൂജൻ നല്ല ദേഷ്യം വന്ന് അത് നീ അവളോടും അവളുടെ അമ്മയോടും പോയി ചോദിക്കുക എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം ഇവനാണെങ്കിൽ ഇപ്പോ ഫുള്ള് ടെൻഷനിലും കൺഫ്യൂഷനിലും ആയിട്ട് നിൽക്കാണ്. അപ്പോ റിയ അങ്ങോട്ടേക്ക് വന്ന് നമുക്ക് വെഡിങ് ഡ്രസ് എടുക്കാൻ പോയാലോ എന്ന് ചോദിക്കുമ്പോൾ ഇവൻ അവളോട് ഞാൻ നിനക്കൊന്ന് ബ്രേസ്ലെറ്റ് തിരിച്ചു തരാനായിട്ട് പറയുന്നു. അതെന്താ ഇപ്പൊ തിരിച്ചു ചോദിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവൻ തരാൻ പറഞ്ഞ തന്നോണം, കൂടുതൽ ചോദ്യങ്ങളൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോൾ അവള് അത് ഇവനിക്ക് ഊരിക്കൊടുക്കുന്നു. എന്നിട്ട് അവൻ ഇവളോട് നീ ലിനിന്റെ സാധനങ്ങളൊക്കെ എടുക്കാൻ മിടിക്കുകയാണല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവള് ഓ നിങ്ങൾ അവളുടെ വാക്ക് കേട്ടിട്ടാണോ എന്നോട് ദേഷ്യപ്പെടുന്നത്, ഇതെന്റെ കയ്യിൽ നിന്ന് തിരിച്ചു വാങ്ങിച്ചത്, അവള് പറയുന്നൊന്നും വിശ്വസിക്കരുത്, അവള് ശരിയല്ല എന്ന് പറയുമ്പോൾ ഇവൻ നീ മിണ്ടരുത്, അവൾ എന്നോട് ഒന്നും പറഞ്ഞിട്ടില്ല, നീ അവളുടെ സ്ഥാനം കൈക്കലാക്കിയിട്ടും നീ അവളെ ടോർച്ചർ ചെയ്തിട്ടും അവൾ നിന്നെ കുറിച്ച് ഒരു മോശം കാര്യം പോലും പറഞ്ഞിട്ടില്ല, പക്ഷെ നീ എപ്പോഴും അവളെ കുറിച്ച് എന്നോട് മോശം കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, നീ കാരണം ഞാൻ അവൾക്കെതിരെ നിൽക്കേണ്ടി വന്നു, ഇനി നീ ഒരിക്കലും സംസാരിക്കരുത് എന്ന് പറഞ്ഞ് അവൻ ഇവളുടെ കഴുത്ത് പിടിച്ചു ഞെരിക്കുന്നു. കുറച്ചും കൂടെ ഞെരിച്ചാല് എന്തായാലും മോളും മരിക്കും, അതുകൊണ്ട് തന്നെ അവള് എന്നെ വിടാൻ പറഞ്ഞ് സംസാരിക്കുന്നു. അപ്പോ അവനും അവളെ വിട്ടിട്ട് ഓ അപ്പൊ നിനക്ക് സംസാരിക്കാൻ അറിയാല്ലേ, നീ ഇത്രയും നാളും എന്നെ അപ്പൊ ഒരു പൊട്ടനാക്കിക്കൊണ്ടിരിക്കായിരുന്നല്ലേ, നീ ഇത്രയും നാളും ആ പാവം പെണ്ണിനെ എന്തോരാ ഉപദ്രവിച്ചത് എന്ന് ചോദിച്ചുകൊണ്ട് അവന്റെ അസിസ്റ്റന്റിനെ വിളിച്ച് ഇവളുടെ നാക്ക് ഇവളിനി ഒരിക്കലും സംസാരിക്കാൻ പറ്റാത്ത രീതിയിൽ മുറിച്ചു കളയാനായിട്ട് ഓർഡർ ചെയ്യുന്നു. അവളാണെങ്കിൽ എന്നെ ഒന്നും ചെയ്യരുത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിവൻ കേൾക്കുന്നില്ല. അപ്പൊ ഇവനാണെങ്കിൽ ലിൻ നീ ഓൾറെഡി തന്നെ എന്നെ ഒരുപാട് വെറുത്തിട്ടുണ്ടാവും, ഞാൻ എങ്ങനെയാ നിന്നോട് നിനക്ക് ക്ഷമ ചോദിക്കേണ്ടത് എന്ന് ചിന്തിക്കുന്നു. അതിനുശേഷം നമ്മൾ കാണുന്നത് ഇപ്പോ ലിൻ ആണെങ്കിൽ അവിടെ നിന്ന് പോവാനായിട്ട് റെഡിയായി നിൽക്കാണ്. നേരത്തെ ആൾ അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നില്ല. യൂജൻ ആണെങ്കിൽ ഇവളെ പിക്ക് ചെയ്യാൻ വരാം എന്ന് പറഞ്ഞിട്ട് അവനെ ഇതുവരെ കാണുന്നില്ല. ഇനി അവൻ ചിലപ്പോ ബിസി ആയിരിക്കും എന്ന് പറഞ്ഞ് അവനെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് കരുതി ഇവള് തന്നെ സ്വയം പോവാനായിട്ട് തുടങ്ങുന്നു. എന്നാൽ അപ്പോഴേക്കും ഹുവാൻ ഇവളുടെ അടുത്തേക്ക് വന്നിട്ട് ഞാൻ സത്യങ്ങളെല്ലാം അറിഞ്ഞു എന്ന് പറയുമ്പോൾ ഇവള് ഇറ്റ്സ് ഓക്കെ, നിങ്ങളിനി സ്വയം കുറ്റപ്പെടുത്താനൊന്നും നിൽക്കണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ല, എന്തായാലും റിയയോടൊപ്പം ഒരു സന്തോഷമായിട്ടുള്ള ലൈഫ് ഉണ്ടാവട്ടെ എന്ന് പറയുമ്പോൾ ഇവൻ ഞാൻ അവളെയല്ല കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചത് നിന്നെയാണെന്ന് പറയുന്നു. അപ്പോ ഇവൾ അവനോട് അതൊന്നുകൂടി പറയാനായിട്ട് പറയുന്നു. അപ്പൊ അവനും ഞാൻ ആദ്യം മുതൽ ഈ നിമിഷം വരെ നിന്നെ തന്നെയാ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ചത്, എന്റെ മനസ്സിൽ റിയയ്ക്ക് ഒരു സ്ഥാനം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു വള ഇട്ടുകൊടുത്ത് ഇവളോട് നീ എന്നോട് ക്ഷമിക്ക് എന്ന് പറയുമ്പോൾ ഇവള് അതിടാൻ സമ്മതിക്കാതെ എനിക്കൊന്നും അറിയില്ല എന്ന് അവനോട് പറയുന്നു. അപ്പോ ഇവനാണെങ്കിൽ പെട്ടെന്ന് അവളെ ഹഗ് ചെയ്തിട്ട് നീ എന്നോട് ക്ഷമിക്കുന്നത് വരെ ഞാൻ എന്തായാലും നിന്നോടൊപ്പം തന്നെ ഉണ്ടാവുമെന്ന് പറയുന്നു. അപ്പോ അതെല്ലാം തന്നെ നമ്മുടെ യൂജൻ ഇവിടെ നിന്ന് കണ്ടുകൊണ്ട് നിൽക്കാണ്. അവൻ
അവൻ എവിടെയും പോയിട്ടുണ്ടായിരുന്നില്ല, അവിടെ തന്നെ ഉണ്ടായിരുന്നു. അത് കാണുമ്പോ ഇവനിക്ക് ഉള്ളിലൊരു വേദന ഉണ്ടെങ്കിലും ഞാൻ എന്തായാലും ഇനി നിങ്ങളുടെ ലൈഫിൽ നിന്ന് പിന്മാറാൻ സമയമായി എന്ന് സ്വയം പറയുന്നു. ഇവന്റെ മനസ്സിൽ ലിനിനോട് ഒരു താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ ജിയാൻ ഇവനെ കോൾ ചെയ്യുന്നു. എന്നിട്ട് ഇവനോട് ലിൻ ഇപ്പോഴും അവിടെ തന്നെയാണോ ഉള്ളത് എന്ന് ചോദിക്കുമ്പോ ഇവനും അതെ ഇവിടെ തന്നെയുണ്ട്, എന്താ കാര്യം എന്ന് ചോദിക്കുന്നു. അപ്പൊ ജിയാൻ, നീ അവളെ പോകാൻ അനുവദിക്കരുത്. 15 വർഷം മുന്നേ എനിക്ക് നഷ്ടപ്പെട്ടു പോയ എന്റെ സഹോദരി മറ്റാരുമല്ല, ലിൻ തന്നെയാണ് എന്ന് പറയുമ്പോ ഇവനും അത് കേട്ട് ഉള്ളതാണോ എന്ന് ചോദിക്കുന്നു. അപ്പൊ ജിയാനും അതെ, അവളുടെ ബ്ലഡ് സാമ്പിള് എന്റെ കയ്യിൽ ഉണ്ടായിരുന്നല്ലോ, അത് വെച്ച് ഞാൻ നോക്കിയതാണ്. എന്റെ ആഗ്രഹമായിരുന്നു അവൾ എന്റെ സിസ്റ്റർ ആയിരുന്നെങ്കിൽ എന്ന്. അതുകൊണ്ട് തന്നെ ഒരു ആകാംക്ഷയുടെ പേരിൽ നോക്കിയതാണ്, പക്ഷെ അത് സത്യമായി എന്ന് പറയുമ്പോ യൂജനും അത് കേട്ട് ഒരുപാട് സന്തോഷമാവുന്നു. എന്നാൽ അപ്പോഴേക്കും ഹുവാൻ അകത്തേക്ക് കയറി വരുന്നു. അപ്പൊ യൂജൻ ഇവനോട് അല്ല ലിൻ എവിടെ എന്ന് ചോദിക്കുമ്പോ അവള് പോയി എന്ന് ഹുവാൻ പറയുന്നു. പോയോ, എങ്ങോട്ട് എന്ന് ചോദിക്കുമ്പോ ഇവൻ എനിക്കറിയില്ല, അവള് ഒരിക്കലും എന്നോട് ക്ഷമിക്കില്ല, ഞാൻ അത്രയ്ക്ക് വലിയ തെറ്റല്ലേ അവളോട് ചെയ്തത്, സത്യം കണ്ടെത്താൻ ഞാൻ ഒരുപാട് വൈകിപ്പോയി എന്ന് പറയുമ്പോ ഇവൻ ചേട്ടാ നിങ്ങളിത് ഇവിടെ ഉപേക്ഷിക്കാണോ എന്ന് ചോദിക്കുന്നു. അപ്പൊ ഇവൻ ഞാൻ ഉപേക്ഷിച്ചില്ലെങ്കിലും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ചിന്തിച്ച് ചിരിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ അതിനുശേഷം ഇപ്പോ 3 വർഷങ്ങൾ കൂടി കടന്നു പോയിരിക്കുകയാണ്. നമ്മുടെ ലിന്നാണെങ്കിൽ ഇപ്പോ വലിയൊരു കാറില് അവളെ പണ്ട് താമസിച്ചിരുന്ന ആ ഒരു സ്ഥലത്തേക്ക് എത്തുന്നു. 3 വർഷം കഴിഞ്ഞു. ഒരുപാട് കാര്യങ്ങൾ ഇതിനിടയ്ക്ക് സംഭവിച്ചു. പക്ഷെ ചില കാര്യങ്ങൾ ഇനിയും സെറ്റിൽ ചെയ്യാൻ ബാക്കിയുണ്ട് എന്ന് പറഞ്ഞ് ഇവള് അകത്തോട്ട് പോകുന്നു. എന്നാൽ അതേ സ്ഥലത്ത് തന്നെയാണ് ഇപ്പോ ഹുവാനും അവന്റെ അസിസ്റ്റന്റും കൂടി ഉള്ളത്. അപ്പോ അസിസ്റ്റന്റ് ഇവനോട് സർ 3 വർഷമായിട്ട് നിങ്ങൾ ഇതേപോലെ തന്നെ നിങ്ങളുടെ വൈഫിന്റെ പിറകെ നടക്കല്ലേ, ഇതിനൊരു അവസാനം ഇല്ലേ എന്ന് ചോദിക്കുമ്പോ ഇവൻ നിനക്ക് അത്രയ്ക്കും അടുത്തോ, എങ്കിൽ പിന്നെ നിനക്ക് ഞാൻ ഏതെങ്കിലും ഹുദാമിലോട്ട് ട്രാൻസ്ഫർ തരാം എന്ന് പറയുമ്പോ ഇയാള് അയ്യോ എനിക്ക് എന്ത് മടുപ്പാണ് സർ, ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞ് അവര് രണ്ടുപേരും കൂടി നമ്മുടെ ലിനിന്റെ പുറകെ തന്നെ ചെല്ലുന്നു. അപ്പൊ ഇവള് നേരെ അവളുടെ അമ്മയെ കാണാനായിട്ടാണ് വരുന്നത്. അവരാണെങ്കിൽ ഇപ്പോ ആക്രിയൊക്കെ പറക്കി വിട്ടാണ് ജീവിക്കുന്നത്. അപ്പൊ ലിൻ അങ്ങോട്ടേക്ക് വന്ന് നിങ്ങളുടെ അവസ്ഥ അവസാനം ഇങ്ങനെയൊക്കെ ആവുമെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു എന്ന് പറയുമ്പോ അവര് പെട്ടെന്ന് അവരുടെ മകളാണ് എന്ന് വിചാരിച്ച് നോക്കുമ്പോ അത് റിയ ആയിരുന്നില്ല, ലിൻ ആയിരുന്നു. ഉടനെ തന്നെ ഇവര് ഓ നീ ആയിരുന്നു ഓടി നശിച്ചവളെ, നിന്നോട് ആരാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോ ഇവള് നിങ്ങളുടെ മകള് നിങ്ങളെ ഇപ്പോഴും ഇവിടെ നിന്ന് വന്ന് രക്ഷിക്കും എന്നാണോ വിചാരിക്കുന്നത്, അവൾക്ക് നിങ്ങളെ കുറിച്ച് ഒരിക്കലും ഒരു വിചാരം ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോ ഇവര് ഷോക്കായി നിനക്ക് സംസാരിക്കാൻ സാധിക്കുമോ എന്ന് ചോദിക്കുന്നു. അപ്പോ ലിന്നാണെങ്കില് തീർച്ചയായും അത് മാത്രമല്ല ഇനി ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാനുണ്ട്, സംസാരിക്കാൻ മാത്രമല്ല എനിക്കിപ്പോ ഒരുപാട് കാര്യങ്ങൾ അറിയാം. ഞാൻ നിങ്ങളുടെ മകളായിരുന്നില്ല, നിങ്ങൾ എന്റെ ഫാമിലിയുടെ കയ്യിൽ നിന്ന് എന്നെ തട്ടിക്കൊണ്ടുവന്നതാണ്. പക്ഷെ നിങ്ങൾക്ക് വളർത്താനായിരുന്നില്ല എന്നെ കൊണ്ടുവന്നത്, മറിച്ചു വിൽക്കാനായിരുന്നു. പക്ഷെ നിങ്ങളുടെ കൂടെയുള്ള ആളുകളൊക്കെ പോലീസുകാരുടെ പിടിയിലായപ്പോ അവസാനം വേറെ നിവൃത്തിയില്ലാണ്ട് നിങ്ങൾ എന്നെ നിശബ്ദയാക്കി ഇവിടെ ഇട്ട് വളർത്തിയതല്ലേ എന്ന് പറയുമ്പോ ഇവര് നീ എന്തൊക്കെയാ പറയുന്നത്, അവസാനം നീ എല്ലാം മനസ്സിലാക്കിയല്ലേ, ഇതിനൊക്കെ എന്തെങ്കിലും തെളിവ് നിന്റെ കയ്യിൽ ഉണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പൊ ഇവള് എന്റെ ബ്രദറിന് ഓൾറെഡി തന്നെ ആ കിഡ്നാപ്പർമാരെ അറിയാം, അവരുടെ വായിന്ന് ഒരു വാക്ക് വീണാ മതി നിങ്ങളെ പിടിച്ചോണ്ട് പോവാൻ എന്ന് പറയുമ്പോ ഇവര് ഇത്രയും നാളും നിന്നെ നോക്കി വളർത്തി വലുതാക്കിയ നീ എനിക്ക് ഇതാണോടി തരുന്നത് എന്ന് ചോദിച്ച് ഇവളെ തല്ലാനായിട്ട് വരുമ്പോ അവൾ അവരുടെ കൈ തടയുന്നു. നിങ്ങൾ വളർത്തിയ കണക്കൊന്നും പറയല്ലേ, ഞാനിവിടെ വളർന്നിട്ടുണ്ടെങ്കിൽ അതിന് ഇരട്ടി നിങ്ങൾ എന്റെ കയ്യിൽ നിന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോ ഇവര് സത്യത്തിലെ ഇവരുടെ മകളായിരുന്നില്ല നമ്മുടെ ലിൻ, ഇവളെ അവരെ തട്ടിക്കൊണ്ടു വന്ന് വളർത്തിയതാണ്. ഇവളുടെ സംസാരശേഷി ഇല്ലാതാക്കിയതും ഇവര് തന്നെ ആയിരുന്നു. അപ്പൊ ഇവരാണെങ്കിൽ ഇവളോട് നീ കാരണമാണ് എന്റെ മകളുടെ ലൈഫ് ഇല്ലാതായത്, ഇപ്പോ നീ എന്നോട് പ്രതികാരം ചോദിക്കാനായിട്ട് വന്നേക്കോനോടി എന്ന് ചോദിച്ച് അവളുടെ കഴുത്തിന് കയറി പിടിക്കുന്നു. എന്നാൽ അപ്പോഴേക്കും കറക്റ്റ് ഹുവാനും അസിസ്റ്റന്റും കൂടി വരുന്നു. അസിസ്റ്റന്റ് നേരെ വന്ന് അവർക്ക് നല്ലത് പൊട്ടിക്കുന്നു. ഹുവാൻ ഇവളുടെ അടുത്തേക്ക് വന്ന് നിനക്ക് എന്തെങ്കിലും പറ്റിയോ എന്ന് ചോദിക്കുമ്പോ ഇവള് ഇല്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല മിസ്റ്റർ ഹുവാൻ കറക്റ്റ് സമയം വന്നതിൽ താങ്ക്സ് എന്ന് പറയുന്നു. അപ്പൊ അവൻ ഇവളോട് ഇങ്ങനെയുള്ള ആളുകളുടെ അടുത്തോട്ട് നീ ഒറ്റയ്ക്കാണോ വരുന്നത്, നിനക്ക് ഇവരെ ഒറ്റയ്ക്ക് പെരുമാറാൻ സാധിക്കും എന്നാണോ നീ വിചാരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ ഇവള് എനിക്ക് എന്തുകൊണ്ട് പറ്റില്ല, ഇവരെ ഉടനെ തന്നെ ഞാൻ ജയിലിലാക്കും, അതിനുള്ള തെളിവ് എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നു. അതായത് അവര് പറഞ്ഞ കാര്യങ്ങൾ എല്ലാം തന്നെ ഇവള് റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അവര് ചെയ്ത കുറ്റം അവര് സമ്മതിച്ച പോലെ തന്നെയാണല്ലോ സംസാരിച്ചത്. അപ്പോ അത് വെച്ച് ഇവൾക്ക് ഇവരെ ജയിലിലാക്കാം. മാത്രമല്ല ഇവളെ ഇപ്പോ അവരെ കൊല്ലാനും കൂടിയാണല്ലോ ശ്രമിച്ചത്, അതുകൊണ്ട് തന്നെ ഇവള് താൻ വധശ്രമത്തിനും കൂടെ ചേർത്ത് പരാതി കൊടുക്കും എന്ന് പറയുമ്പോ ഇവരത് കേട്ട് പേടിച്ച് മോളെ ഞാൻ നിന്റെ അമ്മയല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഇവളുടെ കാല് പിടിക്കാനായിട്ട് വരുന്നു. അപ്പൊ അവളാണെങ്കിൽ ആ ഒരു വാക്ക് ഉച്ചരിക്കാനുള്ള യോഗ്യത പോലും നിങ്ങൾക്കില്ല എന്ന് പറയുമ്പോ ഹുവാൻ അവന്റെ അസിസ്റ്റന്റിനോട് അവരെ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോവാനായിട്ട് പറയുന്നു. എന്നിട്ട് അവൻ ഇവളോട് 3 വർഷത്തിന് ശേഷമല്ലേ നീ നാട്ടിലേക്ക് തിരിച്ചു വരുന്നത്, നിന്റെ ലൈഫൊക്കെ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നു. ഇവള് മറ്റൊരു രാജ്യത്താണ് ഇപ്പൊ താമസിക്കുന്നത്. അപ്പൊ ഇവൾ അവനോട് അതെങ്ങനെയായിരുന്നെന്ന് നിങ്ങൾക്കറിയില്ലേ, എന്നെ പിന്തുടർന്ന് നിങ്ങളും കൂടെ ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോ ഇവൻ അപ്പൊ നിനക്കതൊക്കെ അറിയാമായിരുന്നു എന്ന് ചോദിക്കുന്നു. പിന്നല്ലാണ്ട് ഞാനെന്താ അത്ര പൊട്ടിയാണോ, പക്ഷെ ഇനി മുതൽ അത് വേണ്ട, എനിക്ക് എന്റേതായിട്ടുള്ള പ്രൈവസി വേണം, അതില് ആരും ഇടപെടണ്ട എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാൻ തുടങ്ങുമ്പോ ഇവൻ നീ എന്നോട് ക്ഷമിക്കില്ലേ എന്ന് ചോദിക്കുന്നു. അപ്പൊ അവള് ഒരിക്കലും എനിക്കതിന്
ഇതിന് കഴിയില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. അപ്പൊ ഇവള് വെളിയിലേക്ക് വരുമ്പോ ഇവളുടെ അടുത്തേക്ക് യൂജിൻ വരുന്നു. എന്നിട്ട് അവളോട് ഒരുപാട് നാളായില്ലേ നമ്മളെ കണ്ടിട്ട്, നിനക്ക് സുഖമാണോ എന്ന് ചോദിക്കുമ്പോ അവളും ആണെന്ന് പറയുന്നു. ഇപ്പോഴെങ്കിലും നിനക്ക് തിരിച്ച് നാട്ടിലേക്ക് വരാൻ തോന്നിയല്ലോ, അല്ല ഇനി എന്താ പ്ലാൻ എന്ന് ചോദിക്കുമ്പോ ഇവള് ഞാനിങ്ങോട്ട് വെറുതെ വന്നതാണ്, ഉടനെ തന്നെ തിരിച്ചു പോകും എന്ന് പറയുമ്പോ ഇവൻ അപ്പൊ എന്റെ ചേട്ടനോ എന്ന് ചോദിക്കുന്നു. അതിനൊരിക്കലും സാധ്യതയില്ല, നമുക്ക് പിന്നെ കാണാം എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ അവള് പോയി കഴിയുമ്പോ ഇവൻ ഹുവാനെ വിളിച്ചിട്ട് ലിൻ ഉടനെ തന്നെ ഇവിടെ നിന്ന് തിരിച്ചു പോകും എന്ന കാര്യം പറയുന്നു. ഫ്യൂച്ചറില് എന്തായാലും അവൾക്ക് ഒരു കുറവും നിങ്ങൾ വരുത്താൻ പാടില്ല, ഇത്തവണയെങ്കിലും അവളെ വിട്ടുകളയില്ല, ഇല്ലെങ്കിൽ പിന്നെ ഒരിക്കലും നിങ്ങൾക്ക് അവളെ കാണാൻ പറ്റില്ല എന്ന് പറയുമ്പോ അവനില്ല, അങ്ങനെ ഒരു അവസരം ഞാൻ ഇനി ഉണ്ടാക്കില്ലെന്ന് പറയുന്നു. അങ്ങനെ ഇവളും നടന്നു പോകുമ്പോ പെട്ടെന്ന് ഇവളെ ഒരാൾ വിളിച്ചിട്ട് മിസ്റ്റർ ഹുവാൻ അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ്, എവിടെയാണെന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോ ഇവള് ഇതിന് മുന്നേ എഴുതിയിട്ടുള്ള അടവല്ലേ എന്ന് ചോദിക്കുന്നു. അപ്പൊ അയാള് അല്ല, ഇത്തവണ റിയൽ ആണ്, പഴയ ആ ക്രിമിനൽസ് തന്നെയാണ് ഇത്തവണയും അദ്ദേഹത്തെ ഉപദ്രവിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇവളും നല്ലതുപോലെ പേടിച്ച് അവനെ കണ്ടെത്താനായിട്ട് പെട്ടെന്ന് ഓടുന്നു. ഹുവാനാണെങ്കിൽ ഇപ്പോ അവരുടെ ആദ്യ കൂടിക്കാഴ്ച നടന്ന ആ ഒരു സ്ഥലം ഉണ്ടല്ലോ, അതേ സ്ഥലത്ത് അതേപോലത്തെ അവസ്ഥയിൽ കിടക്കാണ്, കുത്തേറ്റതുപോലെ. അപ്പൊ അത് കണ്ട് പെട്ടെന്ന് തന്നെ ഇവന്റെ അടുത്തേക്ക് ഓടി വന്നാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അവൻ പെട്ടെന്ന് ഇവളെ ഹഗ് ചെയ്യുന്നു. ഓ, അപ്പൊ നിങ്ങൾ എന്നോട് കള്ളം പറഞ്ഞതാണോ എന്ന് ചോദിക്കുമ്പോൾ ഇവൻ അല്ല, നിനക്ക് ഇപ്പോഴും എന്നോട് പഴയ ഇഷ്ടമുണ്ടോ എന്ന് ഞാൻ നോക്കിയതാണ് എന്ന് പറയുമ്പോൾ ഇവളൊന്നും മിണ്ടുന്നില്ല. അവൾക്ക് ഇവനെ ഇപ്പോഴും ഇഷ്ടം തന്നെയാണ്. അങ്ങനെ ഉടനെ തന്നെ ഇവൾക്ക് അന്ന് അവൻ കൊടുത്ത ആ ഒരു ബ്രേസ്ലെറ്റ് വീണ്ടും എടുത്ത് ഇവളുടെ കയ്യിലേക്ക് ഇട്ടുകൊടുത്തിട്ട് ഒരു തവണ എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി, ഇനി ഒരിക്കലും ഞാനത് ആവർത്തിക്കില്ല, ഞാൻ നിനക്ക് എന്ത് സന്തോഷം മാത്രമേ തരൂ, നീ എന്നെ അക്സെപ്റ്റ് ചെയ്യ്, നിന്നോട് ക്ഷമിക്കുക എന്നൊക്കെ അവളോട് പറയുന്നു. അപ്പോ അവളും വളരെ സന്തോഷത്തോടെ തന്നെ അവനോട് ക്ഷമിച്ച് അവനെ സ്വീകരിക്കുന്നു. അതോടുകൂടി ഒരു ഹാപ്പി എൻഡിങ്ങിൽ ഈ ഡ്രാമ അവസാനിക്കുന്നു.